കിബർ 4 ആയിട്ടാണ്. അതിൽ ഫിർഔന്റെ കിബർ ഇബ്ലീസിന്റെ കിബറിന്റെ മേലെയാണ്. ഇബ്ലീസിന്റെ കിബർ അള്ളാന്റെ അമ്പിയാക്കളിൽ നിന്ന് ഒരാളെക്കാളും വലുതാണ് ഞാൻ എന്ന് പറഞ്ഞെടുത്ത് എത്തിയിട്ടുള്ളൂ. അന ഖൈറു മിൻഹു. ആ മിൻഹു എന്നുള്ള ദമീർ പോണത് ആദം നബിയിലേക്കാണ്. ഫിറൗന്റെ കിബർ അങ്ങനല്ല, അള്ളാന്റെ മേലാണ് ഞാനെന്ന് പറഞ്ഞു. അന റബ്ബുക്കുമുൽ ആല. ആല എന്നുള്ള അഫ്ലു തഫ്ലീൽ മുത്തലിമിങ്ങൾക്കറിയാം. അപ്പൊ ആലി അതിന്റെ അടിയിൽ തന്നെ വരണം. നാസിർ അൻസർ എന്ന് പറഞ്ഞാൽ അൻസർ ഏറ്റവും സഹായിക്കുന്ന ആള്, നാസിർ സഹായിക്കുന്ന ആള്. അപ്പൊ ആല എന്ന് പറഞ്ഞാൽ ഫിറൗൻ ആ ലഫ്ലോണ്ട് തന്നെ ആലിയായ റബ്ബിനെ വേറെ ഉൾക്കൊള്ളുന്നുണ്ട്. അത് സാക്ഷാൽ അള്ളാനെയാണ്. ഞാൻ സാക്ഷാൽ അള്ളാന്റെ മേലെയാണെന്ന് പറയാൻ മുന്നോട്ട് വന്ന ഏറ്റവും വലിയ എ ക്ലാസ് അഹങ്കാരിയായിരുന്നു ഫിർഔൻ. നല്ലോണം ചിന്തിക്കണം കേട്ടോ, നന്നായിട്ട് ചിന്തിക്കണം. ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരി അവനാണ് ഫിർഔൻ. എന്റെ വിഷയം അവന്റെ അഹങ്കാരം പറയലല്ല. എന്നിട്ട് ആ കാക്കാക്ക് ചാകുന്നത് വരെ സോക്കട് ഉണ്ടായിട്ടില്ല. മരിക്കുന്നത് വരെ അറ്റാക്കും ക്യാൻസറും പന്നിപ്പനി എലിപ്പനിയും പക്ഷിപ്പനിയും ഡെങ്കിപ്പനിയും ഒന്നും ഫിറൗൻ ഉണ്ടായിട്ടില്ല. നല്ല ആരോഗ്യമായിരുന്നു. നമുക്കോ സുബഹിസ്കരിക്കണ്ട് ക്യാൻസർ ഉണ്ട്, സുബഹിസ്കരിക്കണ്ട് ക്യാൻസർ ഉണ്ട്, താജുസ്കരിക്കണ്ട് അറ്റാക്ക് ഉണ്ട്, നാരിയ സലാത്തിലുണ്ട്, ഷുഗർ 400 ഉണ്ട് ഫാസ്റ്റിംഗില്. എന്താ കാരണം എന്നറിയാം? ഫിറൗന് അന്ത്യം വരെ അസുഖം ഇല്ലാതിരിക്കാൻ ഒരു കാരണമുണ്ട്. സുബഹിന്റെ വക്തിനെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു എന്നാണ്. ആഡംബരം ഞാൻ പറയാം. ആഡംബരം ഇവിടുന്ന് തുടങ്ങണം, സുബഹിന്റെ മുമ്പ് തുടങ്ങണ്ടല്ലോ ആഡംബരം. ഇങ്ങനെയൊക്കെ അഹങ്കാരിയായ ഫിറൗൻ അല്ലാഹു തആല ചാകുന്നത് വരെ അസുഖം കൊടുത്ത് പരീക്ഷിക്കാതിരിക്കാൻ കാരണം അവൻ ചെയ്യണത് ഫിത്തനാണ്. പക്ഷെ ഫിത്തന ചെയ്യുന്നത് അവൻ സുബഹിന്റെ മുമ്പ് തുടങ്ങും, ആ സമയത്ത് കടന്നുറങ്ങൂല. ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം, ഏത് യാത്രയിലാണെങ്കിലും ഒരു ഭക്ഷണം താഴെ കണ്ട ഇറങ്ങിയിട്ട് കഴുകിയിട്ട് കാക്ക തിന്നും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാകണില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ? നമ്മളെ കല്യാണ പേരേക്കൊക്കെ ഞാൻ പറയാത്ത നിങ്ങൾ ഇപ്പൊ പോണട്ടോ. നമ്മൾ ദൂർത്തും നമ്മളെ ഭക്ഷണം നമ്മൾ ഒഴുക്കിയുണ്ടൊക്കെ, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ അസുഖം കൂടി ഒന്ന് ഗവേഷണം ചെയ്താൽ ഒരു പുതിയ റിപ്പോർട്ട് കിട്ടും. അതിനാണ് ഈ സാസിന്റെ റിസൾട്ട്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, മനസ്സുകൊണ്ട് ചിന്തിക്കണം. അകക്കണം തുറന്നൊന്നേ നോക്കൊന്നേ മൂട, ഉൾസാരം വന്നാലുറങ്ങാമോ കേടാ. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പോട്ട, ഫന്തം ഫീടിച്ചാൽ ഫജിറാമോ പൊട്ട. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരെ കാട്ട, പിന്നീന്ന് കാട്ടം ചുമന്നോരെ കൊട്ട. പെട്ടെന്ന് ചത്താൽ ചകേമല്ലേ പോട്ട, പറഞ്ഞിന്നൂടൽക്ക് ബഹുമാനം പൊട്ട. പൊന്നുമനെ, കണ്ണവം മുറൂസിന് വന്ന് നട്ടുച്ചയോട് ചാരി നിൽക്കുന്ന സൂര്യൻ അതിന്റെ അൾട്രാവയലറ്റ് രശ്മിയെ തീ തുപ്പുന്ന സ്വഭാവത്തിൽ ഭൂമിയിലേക്ക് ചൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രണ്ടാം സെഷനിലെ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ ഹൃദയം കൊണ്ട് ഉറങ്ങി തൂങ്ങരുത്, ഈ പാവപ്പെട്ടവൻ പറയുന്ന വിഷയത്തിലേക്ക് എന്നേക്കാൾ കൂടുതൽ നിങ്ങളൊന്ന് ആഴിയിൽ ഇറങ്ങണേ. അതിന് കൽബിന്റെ ലോക്കായി കിടക്കുന്ന ബോധതല വാതിലൊന്ന് തുറക്കണേ. അള്ളാഹുവിന്റെ അന്നം കടിച്ച് അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ ഭൂമിയിൽ കടന്നുറങ്ങുമ്പോ അള്ളാഹു എന്നെയും നിങ്ങളെയും സുഖമായി ഉറങ്ങുമ്പോൾ എത്ര പേരാ വായ തുറന്നുകൊണ്ടുറങ്ങുന്നത്? പക്ഷേ പല്ലി വായിലേക്ക് വീണുകൊണ്ട് മരിക്കുന്നില്ല. ഈ തുറന്നു വെച്ച വായിലേക്ക് ചേര കിടക്കുന്നില്ല. ഈ തുറന്നു വെച്ച വായിലേക്ക് പാമ്പ് കിടക്കുന്നില്ല. ഈ തുറന്നു വെച്ച വായിൽ പൂച്ചമൂത്രമൊഴിക്കുന്നില്ല. ഈ തുറന്നു വെച്ച വായിലെങ്ങാനും പല്ലി കാട്ടിച്ച നിന്റെ വേറെ വേദന മാറി കിട്ടുകയില്ല. പക്ഷേ പല്ലി കാട്ടിക്കുന്നില്ല. കൂടുതൽ സംഭവിക്കണില്ല. നമ്മളൊക്കെ കിടന്നിറങ്ങുന്ന സമയത്ത് വായൊക്കെ നരിമടന്റെ വലുപ്പുണ്ടാവും. അങ്ങനെ തുറക്കുക, റബ്ബർ വന്ന് കയറിയ വാതിലായിരിക്കും വായ. പക്ഷെ ഇന്ന് വരെ ഈ വായക്ക് എലി കടന്നു പോയിട്ടുണ്ടോ? എന്റെ മൂത്താപ്പ് മരിച്ചു, കാരണം വായ തുറന്നു വെച്ചിട്ട് ഉറങ്ങിയായിരുന്നു. എലി ഉള്ളിൽ കൂടി കയറിയിട്ട് പള്ളയിൽ പോയി രാവിലെ ഔട്ടായി ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്താ എലി അതിന്റെ ഉള്ളിൽ കിടക്കാത്തത്? അത് വലത്തും ഇടത്തും പടച്ച തമ്പുരാൻ മലക്കുകൾ ഏർപ്പാട് ചെയ്തതാണ്. എന്നിട്ട് പള്ളിയിൽ നിന്ന് ഹയ്യാ അലസ്സലാ, നീ
കിടന്നുറങ്ങുമ്പോൾ പലരും ഷുഗറിന് വേണ്ടി മരുന്ന് കുടിച്ചവരാണ്, ചിലർ അറ്റാക്കിന് വേണ്ടി മരുന്ന് കുടിച്ചവരാണ്. എന്നോട് അടുത്തൊരു മുഅല്ലിം പറഞ്ഞു, 17 മരുന്ന് ഞാൻ കുടിക്കുന്നുണ്ട്, മാസാന്തം വാങ്ങുന്ന ശമ്പളം ഗുളികക്ക് തികയുന്നില്ല. ഈ 17 ഗുളിക 8 അസുഖത്തിന് വേണ്ടിയാണ്. ഇത് കഴിച്ചുകൊണ്ട് അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ വയറ്റിലാണല്ലോ ഗുളികളൊക്കെ നടന്നത്. മൂക്കിന്റെ അസുഖത്തിനും ഗുളിക കഴിക്കുന്നത് മൂക്കിന്റെ ഓട്ടേക്കല്ല, പള്ളന്റെ ഉള്ളിക്കാണ്. ഈ ഗുളികയെ മൂക്കിലേക്ക് വേണ്ടതിന് മൂക്കിലേക്ക്, കാലിലേക്ക് വേണ്ടതിന് കാലിലേക്ക്, ചെകിടിലേക്ക് വേണ്ടതിനെ ചെകിടിലേക്ക്, തലയിലേക്ക് വേണ്ടതിനെ തലയിലേക്ക് ഇദ്ദേഹം ഉറങ്ങിയപ്പോൾ എത്തിച്ചു കൊടുത്തത് ആരാ? ഗുളികക്ക് ബുദ്ധിയില്ല, ഗുളികക്ക് ബുദ്ധിയില്ല. ഈ ഗുളികയുടെ എഫക്റ്റ് ഓരോ അവയവങ്ങളിലേക്ക് ഇവൻ പാതിരാവിൽ കൂർക്കം വലിക്കുമ്പോൾ എത്തിച്ചു കൊടുത്തത് ആരാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എടാ പൊന്നുമോനെ, അനേകായിരം അനുഗ്രഹങ്ങളുടെ പേമാരിൽ നിന്നെ വളർത്തിയിട്ട് പടച്ച തമ്പുരാൻ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ കിഴക്ക് വെള്ളുകേറി സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പേ നിന്നെ ക്ഷണിച്ചപ്പോൾ നീ പുതപ്പിന്റെ ഉള്ളിലേക്ക് കാല് വലിച്ചുകൊണ്ട് കൂർക്കം വലിച്ചു ഉറങ്ങിയിട്ട് സൂര്യൻ ഉദിച്ചപ്പോൾ ഉണർന്നില്ലേ? അവിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിർഔൻ നിനക്ക് മറുപടി നൽകുന്നത്. ഫിർഔൻ ആ സമയത്ത് ഉറങ്ങാറില്ല. ഏത് അഹങ്കാരിയാണെങ്കിലും ചെയ്യേണ്ടത് ചെയ്താൽ അതിന്റെ ഉപകാരം അല്ലാഹു ചെയ്യും. ഇപ്പൊ നമ്മള് നിബന്ധന നടത്തുമ്പോ ഘോഷയാത്ര പോകുന്ന സമയത്ത് കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്ന അയ്യപ്പ ഉണ്ടാവും, അല്ലെങ്കിൽ രാമൻകുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ പറങ്കോട ഉണ്ടാവും. ആഖിറത്തിൽ ഉപകാരം കിട്ടുമെന്നുള്ള വേറില്ല, അത് കുഫ്ർ ഉണ്ടാവില്ല. എന്നാൽ അതിന്റെ ഒരു ഉപകാരം ദുനിയാവിലുണ്ടാവും, അതിന്റെ ഒരു ഉപകാരം ദുനിയാവിലുണ്ടാവും. അതങ്ങനെയാണ്. അല്ലാഹു വെറുതെ അള്ളാന്റെ ഒരു സുന്നത്താണ്, അത് അള്ളാന്റെ ഒരു സുന്നത്താണ്. ഫിറൗൻ ഏറ്റവും വലിയ അഹങ്കാരിയാണ്, പക്ഷെ ഈ സമയത്തിന് വല്ലാത്ത ബഹുമാനമായിരുന്നു. മാത്രല്ല ഭക്ഷണം നഷ്ടപ്പെടുത്തുന്ന ആളുമല്ല. അതുകൊണ്ട് അല്ലാഹു തആല മരിക്കുന്നത് വരെ അവസാനത്തെ ചായലുണ്ടല്ലോ, ശ്വാസം പോണവരെ പ്രത്യേകിച്ച് അസുഖമൊന്നും കൊടുത്തില്ല. നീ ഗുളികണ്ണ എണ്ണം കുറക്ക. ഞാൻ ഈ പറഞ്ഞ 2 കാര്യം ശ്രദ്ധിച്ചാൽ, നമ്മൾ ആ സമയത്ത് ഉറങ്ങുക, ഭക്ഷണമൊക്കെ ദൂർത്ത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 15 ഗുളി കുടിച്ചിട്ടും കാര്യമില്ല, ബ്ലോക്ക് നീങ്ങൂല. സർജറി ചെയ്താൽ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നാണ്ട് മൺറപ്പൂക്കാന്ന് കേൾക്കുകയും ചെയ്യുക. ഡോക്ടർക്ക് പൈസ കൊടുക്കുക, അസ്രായിലിന് റൂഹും കൊടുക്കുക. അതാണ്ടായാലും ഈ 2 കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ആഭാസമാണ് ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് എന്നാണ് എന്റെ വിഷയം. സത്യത്തിൽ എന്താണ് ആഭാസം? അതൊരു സാഹിത്യവാക്കാണല്ലോ. എന്താണ് ഈ ആഭാസം? അർത്ഥമില്ലാത്ത ഏതോ ആഭാസമാണ്. ചിലപ്പോ നിസ്കാരം വരെ ആഭാസമാണ്. വൈലുല്ലിൽ മുസല്ലീൻ. ചിലപ്പോ നിസ്കാരം വരെ ആഭാസവും. ഇഖ്ലാസും ഇല്ലാതെ റിയാവോട് കൂടി നിസ്കരിച്ചാൽ ആ നിസ്കാരം ആഭാസവും. നോമ്പു ആഭാസവും. റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. ആഭാസം. ഹജ്ജ് ആഭാസവും. ഹജ്ജിന് പോയി എന്നിട്ട് അതുകൊണ്ട് നരകത്ത് പോണ ആൾക്കാരുണ്ട്. കാരണം എന്താ? ഒരു ശൈത്താൻ വിളിച്ചിട്ട് പോയവരാ. അവരുടെ ഉദ്ദേശം അല്ലല്ല, പിന്നെ ഹാജിന്ന് വിളിക്കണോന്നാ. ഏതോ ഒരു സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, ഹജ്ജിന് പോയെന്ന ആൾക്കാർ, പല ആൾക്കാരും ഭയങ്കര വിത്തനായിരിക്കും, വിത്തന കൂടും. നാളെ ഞാനൊരു ബാർബർ ഷാപ്പിൽ നിന്ന് മുടിയിട്ടും എന്നോട് ബാർബർ സംശയം ചോദിച്ചു, പക്ക നാടനാ, ഒന്നും അറിയില്ല, ഉസ്താദെ ഹജ്ജിന് പോയെന്ന ആൾക്കാർ നന്നാവൂലെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ഇങ്ങനെ കത്തിരി പിടിച്ചിട്ട് പിന്നെ വെട്ടാതെ തലമ കത്തിരിച്ചിങ്ങനെ നിൽക്കുക. അപ്പൊ എനിക്ക് പേടിയും ചെയ്തത് ഏതാ അവസ്ഥയിലാന്ന് അറിയാൻ പറ്റില്ലല്ലോ. കാരണം നമ്മളാണ്ട് പോയിരുന്നാലും വലിയ ശീലം കൊടുത്തിട്ട് കഴുത്തിലാണ്ട് കെട്ടുകയാണ്. എന്നിട്ട് പിന്നെ വെച്ചിട്ട് ഇനി എന്താ വേണ്ടിയെന്നാ ചോദിക്കുന്നത്. പിന്നെ ആ കത്തിരി തലമങ്ങനെ വെച്ചിട്ട് വെട്ടാതെ നിൽക്കൂടി ചെയ്താല് ലാ ഈമാൻ അൽ ഈമാൻ ലാ അമാനത്തല എന്നുണ്ട്. അമാനത്തിലെങ്കിലും ബാർബർ ഷാപ്പ് പോയി ഇരിക്കാൻ പറ്റൂല. കാരണം നമ്മള് ഒന്നുമില്ല, ഏത് കരാട്ട പഠിച്ചാലും കളരി പഠിച്ചാലും ഈ ശീലിന്റെ ഉള്ളിൽ കൈയാക്കിയിട്ട് ഇരിക്കുക. അപ്പനെങ്ങാനും ആ കത്തിരി കൊണ്ട് മണ്ടക്കൊന്ന് കുത്തിയാല് നമ്മളിത് കഴിഞ്ഞു, ഒന്നും ചെയ്യില്ല ധൈര്യത്തിലാണ് അപ്പോൾ ഇരിക്കുന്നത്. ആ അമാനത്തിന്റെ നിലവാരം നോക്കാൻ നിങ്ങൾ. അമാനത്തില്ലെങ്കിൽ എങ്ങനെ ഫ്ലൈറ്റ് കയറുക? 400 ആളായിട്ട് പോകണമെങ്കിൽ അയാളൊന്ന് മനസ്സ് മാറ്റി നമ്മളിത് കഴിഞ്ഞില്ലേ. അമാനത്തില്ലാതെ അതെങ്ങനെ ബസ് കയറുക? അപ്പൊ ലോകം നിലനിൽക്കുന്ന അമാനത്ത് കൊണ്ടാണ്. ഈമാനും അങ്ങനെ തന്നെയാണ്. ലാ ഈമാന ലിമൻ ലാ അമാനത ലാ മുഹമ്മദ് മുസ്തഫ.
അപ്പൊ ഞാൻ ചോദിച്ചു എന്തെന്നാ. അപ്പൊ എന്നോട് അയാൾ പറഞ്ഞു, ശ്രദ്ധിക്കണം, എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു അയൽവാസി ഹജ്ജിന് പോയിരുന്നു ഉസ്താദെ, പോണേനേക്കാളും വലിയ ഫിത്ന തിരിച്ചു വന്നപ്പോഴാണ്. പോകുമ്പോൾ കുറെ ആക്രമിച്ചിരുന്നു. ഞാൻ കരുതി ഏതായാലും അജലസൊക്കെ മുത്തിട്ട് സംസമുള്ളൊക്കെ കുടിച്ചിട്ട് മദീനത്തൊക്കെ ഒന്ന് പോയിട്ട് ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നാൽ ശരിയാവുമെന്ന്. ഇപ്പൊ മഹാഫിത്തനാണെന്ന് പറഞ്ഞു. അതങ്ങനെയാണ് ചില ആൾക്കാർ ഹജ്ജിന് പോയെന്നാൽ. പണ്ട് ഹജ്ജിന് പോയിരുന്ന ഒരാള് സംസമുള്ളത്തിന്റെ കന്നാസ കൈ പിടിച്ചിട്ട് പഴയ കാലത്ത് റോഡൊക്കെ വികസിക്കുന്നതിന് മുമ്പ് വീട്ടിൽ ഒരു മുള കൊണ്ട് ഒരു പാലം കെട്ടിയ ആ ഭാഗത്തെത്തിയിട്ട് ഇയാള് ഈ ഹജ്ജ് ലഗേജൊക്കെ പിടിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കടക്കാണ് രാവിലെ തന്നെ. അപ്പൊ അതിരാവിലെ മൂപ്പര് അയൽവാസി ഒരു കണ്ണോട്ടുണ്ട്, 2 കണ്ണും കാണാത്ത ആളാ. അവിടുന്ന് ഇങ്ങോട്ടും വരും വരണുണ്ടപ്പോ ഈ ഹജ്ജിന് വരുന്ന കാക്ക അയൽവാസി കണ്ണോട്ടനല്ല തുടങ്ങി പാലം കുലിക്കല. നോക്കാൻ നിങ്ങൾ പിത്തന ഇയാളെ തള്ളിയിടാനുള്ള പരിപാടിയാണ് പാലം കുലിക്കണം. ഹജ്ജിന് പോയവരുമ്പോ ചെയ്യുന്ന ആദ്യത്തെ പണിയാണത് പാലം കുലിക്കുക. പാലം കുലിക്കണുണ്ടപ്പോ കണ്ണോട്ടം പറഞ്ഞു, പൊന്നാരാചാര്യ പാലം കുലിക്കല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് അത്ഭുതം, കാരണം ഇപ്പൊ അതിനെ കണ്ണ് കാണൂലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ആചാരാന്ന് തിരിഞ്ഞത്. അതപ്പോ ഇയാൾ ഇഷ്കാല് പാലം കുലിക്കല്ലേ ആചാര്യെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പോയതിനു ശേഷം എന്നെ കണ്ണ് കാഴ്ച വന്നോ, ഇയാൾക്ക് വലിയ അത്ഭുതമായി. ഇയാള് കുലുക്കൽ നിർത്തിയിട്ട് വെച്ചു, ഞാൻ കുലുക്കൂല, നിന്റെ കൈ പിടിച്ചിട്ട് എത്തിച്ചേരാം, പക്ഷെ ഞാന് ഹജ്ജ് കഴിഞ്ഞ് വരികയാണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായതെന്ന് വെച്ചു. അപ്പൊ ഇയാൾ അറിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ ഈ പിത്തനെ നടത്തുള്ളൂ എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെയുണ്ട്. ഹജ്ജ് ആഭാസാവും, നിസ്കാരം ആഭാസാവും, നോമ്പ് ആകാശാവും, സക്കാത്ത് ആഭാസാവും. നിങ്ങളും ഇബാദത്തുകൾ തന്നെ ഇഖ്ലാസ് ഇല്ലാതിരിക്കുമ്പോ ആഭാസായാൽ പിന്നെ തമ്മാടിത്തരങ്ങളെ കുറിച്ച് പറയണോ? കാരണം തമ്മാടിത്തരായിട്ട് എഴുതാൻ ഇഖ്ലാസ് വേണ്ട. വ്യഭിചാരം ഹറാമായിട്ട് എഴുതാൻ വ്യഭിചരിക്കുമ്പോ ഇഖ്ലാസ് വേണമെന്നില്ല. എന്നാ വ്യഭിചാരത്തിന്റെ ഇഖ്ലാസ് ഇബാദത്തിന്റെ അല്ലേ? വ്യഭിചാരമായിട്ട് എഴുതാൻ വ്യഭിചരിക്കുന്ന സമയത്ത് അതിന്റെ പൂർണ്ണമായ ആ വ്യഭിചാരത്തിലേക്കുള്ള ശ്രദ്ധ വേണ്ട. അത് വ്യഭിചരിച്ചാൽ തന്നെ ഹറാമാണ്. നിസ്കാരം അങ്ങനെയല്ല. അപ്പോൾ ഇബാദത്തുകളായി വിലയിരുത്തപ്പെടുന്നത് തന്നെ കേവലമായ ചിത്രങ്ങളായാൽ, ഇഖ്ലാസ് ഇല്ലെങ്കിൽ, ആഭാസമാണെങ്കിൽ പിന്നെ ഹറാമുകളുടെയും ആർഭാടത്തിന്റെയും ആക്രോശത്തിന്റെയും ആഭാസത്തിന്റെയും അവസ്ഥ എന്താണ്? ചിലപ്പോൾ പ്രസംഗം ആഭാസമാകും, ചിലപ്പോൾ ദർസ് ആഭാസമാകും, ചിലപ്പോൾ മദ്രസ ആഭാസമാകും. അതെങ്ങനെയാ ഞാൻ പറയാ. ഇന്ന് പലയിടത്തും ആരടാ പ്രസംഗം, ഞാനടാ പ്രസംഗമാണ്. ഇന്ന് പലയിടത്തും ആരടാ പള്ളി, ഞാനടാ പള്ളിയാണ്. ഇന്ന് പലയിടത്തും ആരടാ മദ്രസ, ഞാനടാ മദ്രസയാണ്. മദ്രസയുടെ ആവശ്യമല്ല, മദ്രസയുടെയും ഐക്യത്തിന്റെയും ആവശ്യമില്ല. നന്നായി നടന്നു പോകുന്ന മദ്രസയുണ്ട്. അപ്പൊ നമ്മളൊന്നും നടത്തിയില്ലെങ്കിൽ മോശമല്ലേ എന്നതിന് ആളുകളിൽ നിന്ന് പിരിച്ചുകൊണ്ട് വലിയ ബിൽഡിംഗ് കയറ്റുന്ന എത്ര സിമന്റിന്റെ കട്ടകളാണ്. പള്ളിയുടെ ആവശ്യമുണ്ടായിട്ടല്ല. വേണമെങ്കിൽ 5000 ആളുകൾക്ക് പങ്കെടുത്ത് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയുണ്ട്. അതിന്റെ ജനവാതിൽ തുറന്നാൽ ഇവിടെ നിന്ന് തുപ്പുമ്പോൾ അവിടേക്ക് എത്തുമാറ് ദൂരത്തില് ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന എത്ര കോടികളുടെ പള്ളികളാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമുസ്സആ ഹത്താ യതബാഹന്നാസു ബിൽ മസാജിദി. പള്ളി കെട്ടിയിട്ട് ദുരഭിമാനം നടത്തുന്ന ഒരു വിഭാഗം വരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. നബിയുനാ റസൂലുള്ളാഹി അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. കണ്ണവത്ത ഉറൂസിൽ വെച്ചുകൊണ്ടൊരു മഹാമനീഷി പഴയകാലത്ത് ദീനീ പ്രചരണത്തിന് വേണ്ടി വന്ന് ഈ കാട്ടിന്റെ ഉള്ളിൽ മരിച്ച് മറമാടപ്പെട്ട ഗതകാല പ്രതാപത്തെ അനുസ്മരിച്ചുകൊണ്ട് വിശാലമായ പന്തല്, സുരക്ഷിതമായ വേദി ഒരുക്കിയിട്ട് വർഷാന്തം തേനുള്ളിടത്തേക്കൊരു പ്രചരണമില്ലെങ്കിലും ഉറുമ്പുകൾ അരിച്ചു വരുന്നത് പോലെ ഇങ്ങോട്ട് എത്തുന്ന പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ചെയ്താൽ പോരാ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഞാൻ പറയുന്നത് ചില
ചിലപ്പോൾ പള്ളി വരെ ആഭാസമാകും, മദ്രസ ആഭാസമാകും, പ്രസംഗ ആഭാസമാകും. ആളുകളുടെ ഇടയിൽ നിലവാരം ഉണ്ടാക്കാൻ, ആളുകളുടെ ഇടയിൽ പ്രശസ്തി ഉണ്ടാവാൻ, ആളുകളുടെ ഇടയിൽ പ്രഭാഷകനാണെന്ന് പറഞ്ഞ് ഫ്ലക്സിൽ വരാൻ നിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ തുണികുപ്പായിട്ട് ഇറങ്ങിയാൽ ഇതൊക്കെ ആഭാസമാണ്, മൽഊനാൻ, എല്ലാം ആഭാസമാകും. അദ്ദുന്യ വമാ ഫീഹാ മൽഊൻ, എല്ലാം മൽഊനാവും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയ്, ആമീൻ പറയ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ജ്യേഷ്ഠത്തെ ഹജ്ജിന് പോയി, അയൽവാസി ഹജ്ജിന് പോയി, ഞാൻ പോവാതിരുന്ന എങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്ന പെൺപടന്റെ ഹജ്ജിന്. ഇന്നാ ലില്ലാഹ് ഇന്നാ ലില്ലാഹ്. ചിന്തിക്കണേ, ചിന്തിക്കണേ. അല്ലാഹു നമ്മുടെയൊക്കെ മനസ്സിന്റെ അന്തരങ്ങള് നന്നാക്കി തരട്ടെ. ബിന്നബിയിൽ മുസ്തഫ. എല്ലാം പാകനാശായി, ഒക്കെ ബടക്കായി. അതുകൊണ്ട് ദ്വാരന്നിട്ടൊന്നും ഉത്തരം കിട്ടുന്നില്ല. ചേമ്പിന്റെ ഇലയിൽ വെള്ളം ഒഴിച്ച മാതിരി സംഗതി ഒന്നും ക്ലിക്കായി കിട്ടുന്നില്ല. കാരണം എന്താരോ, ഉമ്മത്തിന്റെ കൽബ് തൊണ്ടും തോടുമായി മാറി, കെട്ടുപോയി. കോഴിമുട്ട കെട്ട ആംലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? കൽബ് കെട്ട അതിന് നല്ല ഇബാദത്ത് വരൂല, കാട്ടിക്കൂട്ടലേ വരുള്ളൂ. നിസ്കരിക്കാൻ പള്ളിയിലുണ്ടാവും. അതാ റസൂൽ പറഞ്ഞത്, അവസാനത്തെ കാലത്ത് നിസ്കരിക്കാൻ ആള് കൂടും, പക്ഷേ ലൈസ ഫീഹിം മുഅ്മിൻ, അവരിൽ പൂർണ്ണ മുഅ്മിനെ കാണാൻ പ്രയാസമാണെന്ന് പരിശുദ്ധ റസൂൽ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്കാ നാം രക്ഷപ്പെടേണ്ടത്. മനുഷ്യന്റെ ശരീരം തേടുന്നത് തീറ്റയാണ്, മനുഷ്യന്റെ ശരീരം തേടുന്നത് കുടിക്കലിനെയാണ്, മനുഷ്യന്റെ ശരീരം തേടുന്നത് ഉറക്കിനെയാണ്, മനുഷ്യന്റെ ശരീരം തേടുന്നത് ഭുജിക്കലും ഭോഗിക്കലുമാണ്. പക്ഷേ ആത്മാവ് തേടുന്നത് അല്ലാഹനെയും റസൂലിനെയുമാണ്. ഹുബ്ബു ഹിബ്ബി ഹബ്ബത്തുൻ ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബ്ബഹാ മാ കുല്ലു ഹബ്ബി മിൻഹു ലിൽ മിഹാലി ഹാൽ. മിത്രമോഹം കൽബകത്ത് വിത്ത് പോലോദീതേ, മെച്ചമായി മുളച്ചതല്ല പച്ചയായി താരൂത്തി. ഖല്ലി ഖല്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. ഹീനഹാരം കൂട്ടിടുന്ന കൂട്ടുകാരെ വീട്ടേ, മാനസം നോക്കിടുന്ന മാഹിയോരെ കൂട്ടേ. സുർദരീഖൽ മുസ്തഫ വാസിദ് ഇഖാമതം ബിഹി സുർതഹ മിൻ സാവിയന ഖൽബിക സിൽസാല സാൽ. മുത്തളി തിളങ്ങിടും റൗളാദിൽ നീ പാർക്കേ, മങ്ങി മുങ്ങാത്തെ മനസ്സാൽ മാഹിയോരെ കൂട്ടേ. ലാ ഇലാഹ ശരീരം തേടുന്നത് ദുനിയാവാണ്, ആത്മാവ് തേടുന്നത് ആഖിറത്തിനെയാണ്. ഇത് രണ്ടിന്റെയും മൽപിടുത്തമാണ്, ഇത് രണ്ടിന്റെയും വടംവലി മത്സര വേദിയാണ് ദുനിയാവ്. നല്ലോ മനസ്സിലായിക്കോളെ. ഇവിടെ ഒന്നും ആർക്കും ഉണ്ടാവില്ല, ഇല്ല, ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ആരും ഒന്നിന്റെ മേലിൽ അഹങ്കാരികളോ ഒക്കെ മോനോടിയാൻ പോവാണ്. പ്രഭാഷകൻ എന്ന പേരില്ല, ബിരുദമില്ല, സെക്രട്ടറി എന്നുള്ള പേരില്ല, പ്രസിഡന്റ് എന്നുള്ള പേരില്ല, ഖജാൻജി എന്നുള്ള പേരില്ല, മന്ത്രി എന്നുള്ള പേരില്ല, രാജാവ് എന്നുള്ള പേരില്ല. കുപ്പി പെറുക്കുന്ന തെണ്ടിയും രാജാവും ഒരേ പേരിൽ അറിയപ്പെടും. ശ്വാസം പോയാൽ മയ്യിത്ത്. പിന്നെ വേറെ പേരൊന്നുമില്ല, എല്ലാവരും ഒരേ പേര്. നമ്മുടെ നാട്ടിൽ തെണ്ടി അടക്കുന്ന ആൾക്കാരുണ്ടാവും, ചാക്കിൽ കുപ്പിയിട്ടിട്ടും തവളനെ പിടിച്ചിട്ട് നടക്കുന്ന ആൾക്കാർ. അവരിങ്ങോട്ട് വലിച്ച ശ്വാസം തിരിച്ചു കിട്ടില്ലെങ്കിൽ മയ്യത്ത്. നമ്മുടെ നാട്ടിൽ കറങ്ങുന്ന ലൈറ്റുള്ള കാറിൽ പോകുന്ന മന്ത്രി പൂങ്കവനുണ്ടാവും. അയാൾ ആ കാറിൽ ഇരുന്നിട്ട് അറ്റാക്ക് കുടിച്ച് മരിച്ചാൽ പിന്നെ കാറിൽ തന്നെ പേര് മാറി, മയ്യത്ത് എപ്പോഴാ പുറത്തിറക്കണെന്നാ. എല്ലാവർക്കും ഒരേ പേരാ. ഇതേ ഈ ശ്വാസത്തുമുള്ള കളിയാണ്, വേറെ ഒന്നുമില്ല. ഈ ശ്വാസത്തുമുള്ളൊരു കളിയാണ്.
ഇന്നലെ ഈ സമയത്ത് ഭക്ഷണം കഴിച്ചാള് ഇന്നിപ്പതാ അപ്പ കബർക്ക് ഇറങ്ങി. എന്റെ പരിചയത്തിൽ ഒരു 3 ആൾക്കാരിന്റെ പരിചയത്തിൽ ഇപ്പൊ ഉണ്ട്. ഇന്നലെ ഞാൻ രാത്രി ലോഡ്ജിൽ കിടക്കാൻ നേരത്താണ് രാവിലെ 10 മണിക്ക് മയ്യത്തെടുക്കും എന്ന് പറഞ്ഞത്. ഒരു മഹലിന്റെ പ്രധാനപ്പെട്ട കമ്മിറ്റിന്റെ താല്പര്യമുള്ള ആള് പെട്ടെന്ന് വെച്ചു. നമ്മളിതെന്താ അറിയോ, നമുക്ക് മുന്നുക്ക് ഓർമ്മയില്ല, ബാക്ക് ഓർമ്മയില്ല. ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി പോകുമ്പോ സൈഡിൽ ക്ലാസ് വെച്ചിരിക്കുന്നത് എന്തിനാ? ബാക്ക് നോക്കാനാ. അപ്പോഴേ മുന്നുക്ക് പോകാൻ പറ്റുള്ളൂ. ബാക്കിൽ നമ്മളൊന്നും ചിന്തിക്കൂല. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരൊന്നും പോടില്ല. ഇവിടെ തന്നെ എത്ര പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരിൽ പല പ്രവാചകന്മാരൊന്നും ദുനിയാവിലില്ല. സംഘാടകരിൽ പലരും ദുനിയാവിലില്ല. കഴിഞ്ഞ കാല ഉറൂസുകളിൽ പങ്കെടുത്തിരുന്നവരിൽ പലരും കഫൻ തുണിന്റെ ഉള്ളിലായി 6 അടിയുടെ ആടിയിൽ ആരുമില്ലാതെ കിടക്കുകയാണ്. ഇനി അടുത്ത ട്രിപ്പ് നമ്മളാണ്. ഇത് കല്യാണ ട്രിപ്പാണ്. ഓരോ ട്രിപ്പ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മറ്റൊരു കൂട്ടർ കയ്യേകിട്ട് ഇങ്ങനെ കാത്തുക്കും. അവര് നീച്ച അവിടെ കയറി കിടക്കാൻ വേണ്ടി. അവര് നീച്ചാലല്ല അവിടെ ഇരുന്നിട്ട് തിന്നാൻ പറ്റുള്ളൂ. അപ്പൊ അവരിങ്ങനെ കയ്യേകിട്ട് ഇടയിൽ കൂടി ഇങ്ങനെ നോക്കും, അദ്രാമ നീക്കുണ്ടോ കമ്മു നീക്കുണ്ടോ. അവര് നീച്ചാൽ ഒരാൾ വരും വെറ്റെന്ന്. തന്നെയാണ് ദുനിയാവ്. കുറെ ആൾക്കാർ ഉമ്മാരെ പള്ളിയിൽ ഗർഭാശയത്തിൽ 9 മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓൽക്ക് ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഒരു 10 എണ്ണം പറഞ്ഞ് തട്ടിപ്പോണോ. ഇത് പന്തലാണ്, ഇതൊരു പന്തലാണ്. ഓലിങ്ങനെ നോക്കാണ്. ഡോക്ടർമാര് 8-ാം തീയതി 9-ാം തീയതി ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇറങ്ങൂല. കാരണം എന്താ, ഇവിടെ നമ്മൾ തീരുമാനിച്ച ആൾക്കാർ പോയിട്ടില്ല. അപ്പൊ ഒരു 5-6 കാണാൻ വൈകുന്നേരം എങ്ങനെയൊക്കെ ആയിട്ട് ആക്സിഡന്റിലോ അറ്റാക്കിലോ ക്യാൻസറിലോ ആ ക്യാപ്പിൽ വരെ 6 കണ്ട് ഇറങ്ങും. അങ്ങനെ ഇതൊരു കല്യാണ പന്തലാണ്. ഇതൊരു പന്തലാണ്, ഇതൊരു പന്തലാണ്. ഇവിടെ ആഭാസത്തിന് സമയമില്ല, ഇവിടെ ആക്രാന്തത്തിന് സമയമില്ല. പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്ന് സകല ആഭാസങ്ങളുടെയും സകല നന്മകളുടെയും കൂച്ചു വിലക്കേർപ്പെടുത്തുന്ന ആഭാസങ്ങളുടെ പ്രത്യുൽപാദന ഫാക്ടറിയായി നമ്മുടെ വീടുകളിലുള്ള ശാസ്ത്രീയ സാമഗ്രികള്, പ്രത്യേകിച്ച് കൈവെള്ളയിൽ ഒതുക്കി പിടിച്ച് നടക്കുന്ന മൊബൈൽ മാറിയ കാലമാണെന്ന് മറക്കണ്ട. കാസർഗോഡ് ജില്ലയില് റോഡ് സൈഡിൽ ഒരു മൊബൈൽ കിടക്കുന്നത് കണ്ടു. ഒരു ഓട്ടോ ഡ്രൈവർ അത് എടുത്തു. ഓട്ടോ ഡ്രൈവർ എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ട് SI സാർ അത് എടുത്തു. എന്നിട്ട് ഇതിന്റെ ഉടമസ്ഥൻ വരികയാണെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന നിലയിൽ അദ്ദേഹം ഓഫീസിൽ വെച്ചു. പക്ഷേ എന്നെ കേൾക്കുന്ന പെങ്ങളെ, സകല ആഭാസങ്ങളെയും വിളിച്ച് ക്ഷണിച്ചു വരുത്തുന്ന ഈ സാധനമില്ലോ, ഇത് SI സാർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചു. 24 മണിക്കൂറിനിടയിൽ ആ മൊബൈലിലേക്ക് വന്ന കോള് 637 എണ്ണമാണ്. റോഡ് സൈഡിൽ നിന്ന് ഒരു മൊബൈൽ കിട്ടി. അത് ഓട്ടോ ഡ്രൈവറെ കൈ കിട്ടിയപ്പോ അയാളത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തു. വന്നാൽ കൊടുക്കാന്നുള്ള SI വാങ്ങി വെച്ചു. പക്ഷെ SI ഞെട്ടിപ്പോയി. 24 മണിക്കൂറിനിടയിൽ ആ മൊബൈലിലേക്ക് വന്നത് 637 വിളിയാണ്. ഇത് പ്രധാനമന്ത്രിക്ക് വരൂല. അല്ല, പ്രധാനമന്ത്രിക്ക് വരികയാണെങ്കിൽ കൂടിയ 300-നെ വരുള്ളൂ. അതന്നെ അയാൾ 10 എടുത്തടുത്ത്. പ്രസിഡന്റിന് വരൂല, കേരള മുഖ്യമന്ത്രിക്ക് വരൂല, ആർക്കും വരൂല. അപ്പൊ SI നിന്ദിച്ച് അതിനേക്കാളൊക്കെ വലിയ മേലാള ആരപ്പ നമ്മളെ കാസർഗോഡ്? ഒരു 637 വിളി, അതാരാ? അപ്പൊ അയാൾക്ക് തോന്നി അടുത്തൊന്ന് എടുത്താലോ. എടുത്തു നോക്കുമ്പോ ഈ വിളിക്കണ മുഴുവനും ശരീരം തരുമോന്ന് ചോദിച്ചിട്ട് ജില്ലന്റെ ഉള്ളിലും പുറത്തുള്ള നാട്ടിൽ പറഞ്ഞ പേരറിയുന്ന പകൽമാന്യന്മാര് പോലുമായ ഒരുപാട് വലിയ വലിയ ആളുകളും ചെറിയ ആളുകളൊക്കെ ആയിട്ട് വിളിക്കുകയാണ്. 4 കുട്ടികളുള്ള 41 വയസ്സുള്ള ഭർത്താവ് ഗൾഫിലുള്ള ഒരു വാടക വീട്ടിൽ കഴിയുന്ന ഒരു പെങ്ങളുടെ മൊബൈലാണ്. എങ്ങനെ? ഒരു ലോഡ്ജിൽ കഴിയുന്ന ഒരു പെണ്ണിന്റെ മൊബൈലിലേക്ക് ഭർത്താവ് ഗൾഫിൽ ഉണ്ടായിരിക്കെ 24 മണിക്കൂറിനിടയിൽ 637 ആളുകള് കേരളത്തിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു മൊബൈല് വീണ് കിട്ടിയോണ്ടല്ലേ. ഒരു 10 മൊബൈൽ അങ്ങനെ വീണ് ആൾക്കാരെ കൈയിട്ടി എന്തായിരിക്കും ഇപ്പൊ അവസ്ഥ? ഒന്ന് വീണിട്ടിപ്പോഴല്ലേ ഇപ്പൊ അത് അറിഞ്ഞത്. അങ്ങനത്തെ ഒരു 10 എണ്ണം വീണാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് കേരളത്തിൽ പ്രളയം വാർഷിക അഹങ്കാരം എന്ന്? പ്രഭാഷണ വാർഷികമല്ല, അപ്പൊ പ്രളയ വാർഷികമാണ്. വാർഷിക പ്രളയം, വാർഷിക ഭൂകമ്പം, വാർഷിക രോഗാണുക്കള്, വാർഷിക കൊടുങ്കാറ്റ്, വാർഷിക ഭൂമികുലുക്കം, വാർഷിക ഉരുൾപൊട്ടല്. മറ്റേതങ്ങനെയല്ല. വാർഷിക സമ്മേളനം, വാർഷിക പ്രഭാഷണം, വാർഷിക ആഘോഷം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആകാശം ഭൂമി ആഘോഷിക്കാണ്, നമ്മളെ കൊല്ലാൻ മത്സരിക്കുകയാണ്. കാരണം എന്ത്? അത് എന്റെയും നിന്റെയും കയ്യിലുള്ള
ഈ സൗകര്യങ്ങൾ അനർത്ഥമായി അനാവശ്യമായി നമ്മൾ ഉപയോഗിച്ചതാണ്. ആഭാസം കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട് വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. വഹറൽ ഫസാദു കുഴപ്പങ്ങൾ അരങ്ങേറുന്നുണ്ട് ഫിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലോ. അള്ളാനെ പഴിചാരണ്ട. കടലിങ്ങോട്ട് കരയിലേക്ക് വലിയുമ്പോഴേക്ക് യുക്തിവാദികൾ പറയുന്നു, നിങ്ങളുടെ അള്ളാഹ് എവിടെ? കരയിൽ വലിയ പ്രകമ്പനം വരുമ്പോഴേക്ക് യുക്തിവാദികൾ പറയുന്നു, 1.5 കോടി രൂപ കൊണ്ട് കട്ടപ്പെട്ട് വീടുണ്ടാക്കിയവൻ, ആ വീടും അവന്റെ കുടുംബവും മണ്ണിന്റെ അടിയിലായി. അല്ലാഹ് എവിടെ എന്ന് ജബ്ബാർ കളിയാക്കുകയാണ്. അതാ രവീന്ദ്രൻ മാഷ് കളിയാക്കുകയാണ്. മൊക്കനിട്ടുകൊണ്ട് 7 ദിവസത്തിനിടയിൽ 11 ഖുർആൻ ക്ലാസ് പൈസ വാങ്ങാതെ എടുത്തു കൊടുത്ത് പടച്ചവന് ഹിദായത്തൂരിയപ്പോൾ കാഫിറായി മാറിയ ജാമിദ കളിയാക്കുകയാണ്. അല്ലാഹു നമ്മെ ഈമാനെ സലാമത്താക്കട്ടെ. എന്നാൽ ഇതിനൊക്കെ നേരത്തെ തന്നെ പടച്ച തമ്പുരാൻ ഖുർആനിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ, ആകാശത്ത് കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ, കടലിലെ വെള്ളം മനുഷ്യനെ ആക്രമിക്കുകയാണെങ്കിൽ, ഭൂമിയിലെ മണ്ണ് മനുഷ്യന്റെ നേരെ ചീറിപ്പാഞ്ഞു വരികയാണെങ്കിൽ, വലിയ വലിയ പർവ്വതങ്ങൾ അടിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമായി മനുഷ്യനെ അതാ തകർക്കുകയാണെങ്കിൽ, അല്ലാഹ് പറയുന്നു പടച്ചവനെ പഴിചാരണ്ട. നമ്മൾ ആവാസത്തിൽ മുങ്ങിയതാണ്, ആർഭാടത്തിൽ മുങ്ങിയതാണ്, ദൂർത്തിന്റെ ആളുകളായതാണ്, ലഹരിയുടെ ആളുകളായതാണ്, സെക്സിന്റെ ആളുകളായതാണ്, ആണും പെണ്ണും നൃത്തമാടാൻ തുടങ്ങിയതാണ്, സിനിമ വ്യാപകമായതാണ്, പലിശ വ്യാപകമായതാണ്, ശത്രുത കളിയാടിയതാണ്. അതുകൊണ്ട് ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് രക്ഷപ്പെട്ടാലാതെ ഈ ഉമ്മത്തിനെ പടച്ചവന് സഹായിക്കുന്നതല്ല. ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് രക്ഷപ്പെട്ടാലല്ലാതെ ഈ ഉമ്മത്തിന് ഇനി ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. നേരത്തെ എന്റെ സുഹൃത്ത് മുസ്തഫദി പറഞ്ഞില്ലേ, മോഡി എന്നത് അള്ളാഹുവിന്റെ ശിക്ഷയുടെ ചാട്ടവാറാണ്. അത് അള്ളാഹ് വെച്ചതാണ്. ഡൽഹിയിൽ അള്ളാഹു തആല ഇറക്കിയ ചാട്ടവാറാണ് മോഡി. മോഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. മോദി എന്ന് അറബി പറയാം. മോദി എന്ന് പറഞ്ഞാൽ ആളുതാന്നുള്ളതിന് ഇസ്മായില, അതിന്റെ അർത്ഥം ഇടങ്ങറാക്കണ ആള് എന്നാണ്. അല്ല, അതിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. ഇതിപ്പോ അയാളെ കുറ്റം പറയേണ്ട കാര്യമില്ല. അത് അള്ളാഹു തആല ഡൽഹിയിൽ വെച്ച ഒരു ചാട്ടവാറാണ്. എന്തേ? നമ്മള് റൂട്ട് തെറ്റി. അപ്പൊ അള്ളാഹ് അവന്റെ സൃഷ്ടിയാണല്ലോ മോഡി, അവന്റെ സൃഷ്ടിയാണ്, അള്ളാന്റെ ഹൽക്കാണ്. അപ്പൊ അള്ളാഹ് മോഡി എന്ന ചാട്ടവാറിനെ ഡൽഹിയിൽ കൊടുന്നു. എന്നിട്ട് നമ്മളെ തല്ലുകയാണ്. നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ട് ഫാസിസ്റ്റ് നാസിസ്റ്റ് എന്നിട്ട് ചാടിയിട്ട് കാര്യമില്ല. ആദ്യം ഇവിടെ കുറെ ഫാസിസ്റ്റും നാസിസ്റ്റും ഉണ്ട്, അതിനെ ഇറക്കി വിടാം. നമ്മളെ കൽബിലാണ് ആദ്യം കുഴപ്പമുള്ളത്. ബാബരി മസ്ജിദ് തകർന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഈ ഉമ്മത്ത് ആദ്യം ദീനിന്റെ മിനാരങ്ങൾ തകർത്തവരാണ്. അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ വമൻ തറകഹാ ഫഖദ് ഹദമദ്ദീൻ. അവര് പൊളിച്ചത് ബാബരി മസ്ജിദാ, നമ്മൾ പൊളിച്ചത് ദീനിന്റെ മിനാരാണ്. അസ്സലാത്തു നിസ്കാരം ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണാണ്, റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഫമൻ അഖാമഹ, 5 വക്ത് ആരെങ്കിലും കൃത്യമായിട്ട് അനുഷ്ഠാന മുറകൾ ആത്മനിഷ്ഠയോടുകൂടി പാലിച്ചു പോന്നാൽ, നിസ്കാരം പാലിച്ചു പോന്നാൽ ഫഖദ് അഖാമദ്ദീൻ, അവൻ ദീനിനെ നിലനിർത്തി. വമൻ തറക്കഹ, റസൂലുള്ളാഹിന്റെ നെക്സ്റ്റ് വാക്ക് കേട്ടോ, വമൻ തറക്കഹ, ആരെങ്കിലും നിസ്കാരത്തെ ഒഴിവാക്കിയാൽ ഫഖദ് ഹദമദ്ദീൻ. ബാബരി മസ്ജിദ് പൊളിച്ചെന്നല്ല അതിന്റെ അർത്ഥം, ദീനിനെ തന്നെ പൊളിച്ചോനാണ് എന്ന് പരിശുദ്ധ റസൂൽ. നമ്മള് ദീന് പൊളിച്ച് ഓല് പള്ളിയും പൊളിച്ചു, അതപ്പോ വേറൊന്നുമല്ല. നമ്മൾ ദീന് പൊളിയന്മാരായി. സംഘാടകർ, ഇവിടുത്തെ ആളുകളെ കുറിച്ച് എനിക്കറിഞ്ഞൂടെ, എല്ലാവരും നല്ലവരാന്ന് ഞാൻ മനസ്സിലാക്കണത്. എല്ലാവരെയും അള്ളാഹു നന്നാക്കട്ടെ. എനിക്ക് എത്ര അനുഭവങ്ങളാണെന്നറിയോ? വയല് അറിയാൻ പോകും, ഇങ്ങനെ ദൂര സ്ഥലത്തേക്കായിരിക്കും. നമുക്ക് ലോറ് ബാക്ക് അസ്രക്ക് ബിന്ദിച്ചെമ്മാക്കാം, അല്ലെങ്കിൽ മാരിബ് ഏശായിലേക്ക് ബിന്ദിച്ചെമ്മാക്കാം. മാരിബ് കസറാക്കാൻ പറ്റില്ല എന്ന് മാത്രം. ഇന്നലെ ഞാന് മഗ്രിബ് ഏശായിലേക്ക് ബിന്ദിച്ചെമ്മാക്കുക. അപ്പൊ 1-2 ചെറുപ്പക്കാർ തുടരാൻ വന്നു. ഞാൻ പറഞ്ഞു, മക്കളെ ഞാന് ജമ്മും കസറും ആക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അവര് ഒഴിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, മഗ്രിബ് നിങ്ങൾക്ക് തുടരാ, ഇശേ കസർ. അപ്പൊ അവരെന്നോട് പറഞ്ഞു, മഗ്രിബ് നിങ്ങൾ കസറാക്കണില്ല എന്ന് വെച്ചു.
എന്നോട് വെച്ച് മഗ്‌രിബ് കസറാക്കണില്ല. ഞാൻ പറഞ്ഞു ചങ്ങായി മഗ്‌രിബ് 3 റക്അത്തല്ല, ആ കസറാക്കി 1 റക്അത്തോ. അതിന് കുസർ എന്നാ പറയാ, കസർ എന്നല്ല. മഗ്‌രിബ് കസറില്ലല്ലോ, പക്ഷെ നല്ല നീട്ടം തടിയും വലിപ്പുണ്ട്. ഏതൊക്കെ കസറാക്കാന്ന് കൊടുത്തല്ല. ജീവിക്കാൻ തുടങ്ങിയിട്ട് 50 കൊല്ലായി. കസറാക്കൽ എങ്ങനെയാന്ന് അറിയില്ല, എന്താ കസറെന്നും അറിയില്ല. നല്ലോണം തിന്നുന്നുണ്ട്, പള്ള ഉറപ്പിക്കുന്നുണ്ട്. അതല്ലേ ഈ ഉമ്മത്തിന്റെ വൈജ്ഞാനികമായ ഒരു ആരോഗ്യം പറയുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. വലിയ സങ്കടം എന്താ വെച്ചാല് ചില ദൂര സ്ഥലത്തേക്ക് പരിപാടിക്കൊക്കെ പോകുമ്പോഴേ നമ്മളിങ്ങനെ മഗ്‌രിബ് ഇശായിലേക്ക് പിന്തിച്ചമാക്കും. ഇപ്പൊ ഞാൻ ളുഹുർ അസറിലേക്ക് പിന്തിച്ചമാക്കിയതാ. എനിക്കിഞ്ഞ് മഗ്‌രിബിന്റെ നിസ്കരിച്ചാൽ മതി, ളുഹുർ കളാവൂല. അത് ഞാൻ ഇങ്ങനത്തെ ചെയ്തു. എനിക്ക് ദൂരമുണ്ട്, 175-180 കിലോമീറ്റർ കണ്ടുണ്ട്. അപ്പൊ എനിക്ക് മഗ്‌രിബിലേക്ക് അസറിലേക്ക് ളുഹുറിനെ പിന്തിച്ചമാക്കിയാൽ അസർ കളാണിന് മുമ്പ് 2 കൂടി നിസ്കരിച്ചാൽ മതി, കുഴപ്പമില്ല. അങ്ങനെ മഗ്‌രിബും ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കലും ഒരു സ്റ്റേഷനിൽ പോയി ഇറങ്ങി, എവിടെയെന്ന് പറയില്ല, നാട് പറയണ്ടെന്ന് കരുതിട്ടാ. അപ്പൊ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സംഘാടകർ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിയത് 7:30 മണിക്കാണ്. അപ്പൊ 7 മണിക്ക് തന്നെ ഞാൻ കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ ഏതായാലും ഇശായിന്റെ മുമ്പ് അവിടെ എത്തൂലെന്ന് കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു, 7 മണിക്ക് മഗ്‌രിബിനെ ഇശായിലേക്ക് പിന്തിച്ചമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവരെ എന്നെ കൂട്ടാൻ വേണ്ടി കാറേറ്റ് വന്നത് 5:45 മണിക്കാണ്. കാരണം നേരത്തെ അവരെത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇറങ്ങണതിന്റെ 1 മണിക്കൂർ മുമ്പ് അവരെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ 7:30 മണിക്ക് ട്രെയിൻ ഇറങ്ങി, ഒരു 7:40 ആയപ്പോ അവരെ വണ്ടി കയറി. അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇശാ ബാങ്ക് 8:02-നാണ്. ഞാൻ വണ്ടി കയറി ഇങ്ങനെ പോവാണ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴാ വന്നേ? ഞങ്ങൾ മാരിവാൻ കൊടുക്കണതിന്റെ 10 മിനിറ്റ് എത്തിക്കണേ ഇറങ്ങി. അപ്പോ ഞാൻ ഇവരോട് കുറച്ച് കഴിഞ്ഞപ്പോ വാങ്ങ് കൊടുക്കാൻ ഇപ്പൊ ഒരു 10 മിനിറ്റ് ഉണ്ട്. മാരിപോരും സ്കെച്ചിണ്ടാവില്ല, നിൽക്കാറ് എന്നെ കാത്തിക്കല്ലേ. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് മക്കളെ പ്രശ്നമില്ല, ഞാൻ മഗ്‌രിബ് ഇശായിലേക്ക് പിന്തിച്ചമാക്കിയതാ, എനിക്ക് ഇനി സുബൈന്റെ നിസ്കരിച്ചാൽ മതി. കുട്ടികളെ അവസ്ഥ, നിങ്ങളെ അവസ്ഥ എന്താ വെച്ചാൽ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് തീരെ പ്രശ്നമില്ല, ഇത് എന്നും കലാക്കി പരിചയമുണ്ട്. ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോ ജമ്മും കസറിന്റെ പ്രശ്നം നിങ്ങൾ പറഞ്ഞു, ഞങ്ങളിപ്പോ എന്നും മഗ്‌രിബ് വേഷം കലാക്കണവരാ. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ബേജാറ് വേണ്ടായിരുന്നു. എന്നെ ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി വേറെ എന്നെ കൊണ്ടാൻ വേണ്ടി വന്ന ആൾക്കാരെ വരും. മനസ്സിലായില്ലേ? ഒരു പ്രഭാഷകനെ റെയിൽവേ സ്റ്റേഷനിൽ 2 മണിക്കൂർ യാത്ര ചെയ്ത് കാറ് പോയിട്ട് കയറ്റി കൊണ്ടാണെങ്കിൽ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരിൽ ഏറ്റവും മുന്തിയ അവരായിരിക്കുമല്ലോ. അങ്ങനെയല്ല ഉണ്ടാകുക. ഏറ്റവും മുന്തിയനെല്ലാം അങ്ങോട്ട് കൊടുത്തേക്കാം. അവരപ്പം എന്നോട് പറഞ്ഞേ, ഞങ്ങളെ കാര്യത്തിൽ നിങ്ങൾക്ക് തീരെ ടെൻഷൻ വേണ്ട, ഞങ്ങൾക്ക് ഇത് വലിയ ഈസിയാണ്, എന്നും നിസ്കാരം കലാക്കി പരിചയമുള്ളവരാണ്. അത് എന്നെ ഇൻസൾട്ടാക്കി പറഞ്ഞല്ല, എന്നോട് വിവരം അറിയിച്ചതാണ്. നിങ്ങൾ ബേജാറാണ്ടാന്ന്. ഞാനപ്പോ പറഞ്ഞ വണ്ടി ഇവിടെ ചവിട്ടി ഞാൻ തിരിച്ചു പോകണം, നിങ്ങൾക്കൊന്നും ബാല് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കാം നോക്കാം. അവരോടൊക്കെ ബാല് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എന്നിട്ട് അവിടുന്ന് ആയത്തും ഹദീസും ഓതി കൊടുത്തപ്പോ അവര് എനിക്ക് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയിട്ട് 2 മിനിറ്റ് കൊണ്ട് തിരിച്ചു വന്നു. കോഴിക്കോത്ത് സുജൂദ് പോയിന്റ് വറ്റുന്നാൻ വേണ്ടിട്ട് ഒരു കൊത്ത. എന്താ അതിനിടയിൽ നടന്നതെന്ന് അറിയില്ല. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട യുവതികളെ, ഇബാദത്തില്ല, തലയിലേക്ക് നോക്കിയാ മുസ്ലിമാന്ന് പറയില്ല, മുഖത്തേക്ക് നോക്കിയാൽ മുസ്ലിമാന്ന് പറയില്ല, ഊരയിലേക്ക് നോക്കിയാൽ മുസ്ലിമാന്ന് പറയില്ല, നെരിയാണിയിലേക്ക് നോക്കിയാൽ മുസ്ലിമാന്ന് പറയില്ല. അങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം യുവതികളുടേതോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വസ്ത്രം കൊണ്ട് ആഭാസം തന്നെ. ഒരുപക്ഷേ വീട്ടിൽ മുഖമക്കൻ അണിഞ്ഞുകൊണ്ട് പാതിരാത്രിയിൽ തഹജ്ജുദിന് എണീറ്റ് നിസ്കരിക്കുന്ന ഉമ്മയുണ്ടാകാം, ഉപ്പയുണ്ടാകാം. പാതിരാവിന്റെ 2-2:30-3 മണിക്ക് എണീറ്റ് കൊണ്ട് പടച്ചവന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് കരയുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ മകള് 22-കാരിയാ, 23-കാരിയാ, 2 കുട്ടികളുടെ തള്ളയാ, ഭർത്താവ് അബൂദാബിയിലാ. ഈ കെട്ടിയവൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി നിന്റെ മരുമകൻ കഷ്ടപ്പെടുകയാ. നീ 2:30 മണിക്ക് എണീറ്റ് കൊണ്ട് പാതിരാവിനെ മൂകസാക്ഷിയാക്കി സുജൂദ് ചെയ്യുമ്പോ നിന്റെ മകളുടെ റൂമിലതാ ഒരു ചെറിയ ബൾബ്, അത് ബൾബ് കത്തിച്ചതല്ല, മൊബൈലിന്റെ ലൈറ്റാണ്. നീ എണീറ്റ് കൊണ്ട് സുജൂദിൽ കിടന്ന് കരയുമ്പോ നിന്റെ മകളും ഉറങ്ങിയിട്ടില്ല. രാത്രി 2:30-2:45-3 മണിക്ക് മകളുടെ കതകിന്റെ ഓൾസിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വന്ന ലൈറ്റ് എന്താണ്? അത് ഖുർആൻ ഓതാൻ ബൾബിട്ടതല്ല, മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വരുന്ന ലൈറ്റാണ്. 2:45-3 മണിക്ക് ആരോടാണ് ഇവൾ മൊബൈലിൽ സംസാരിക്കുന്നത്? അവളുടെ ഭർത്താവിന് രാത്രി
രാത്രിയിൽ ഡ്യൂട്ടിയില്ല, ഉറങ്ങുന്ന സമയമാണ്, പകൽ മുഴുവനും ഡ്യൂട്ടിയാണ്. പതിവായി വിളിക്കൽ രാവിലെയാണ്, അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ്. ഈ 2:45-3 മണിക്ക് നിന്റെ മകളുടെ മൊബൈലിലേക്ക് വിളിച്ചുകൊണ്ട് 1 മണിക്കൂറോളം പ്രണയിക്കിന്നാരം പറഞ്ഞത് ഭർത്താവല്ല എന്നത് ഉറപ്പാ. ഈ അസുഖം കണ്ട തുടക്കം മുതൽ ചികിത്സയില്ലാത്തത് കൊണ്ട് ഫാത്തിമ എന്ന് പേരുള്ള മോളാണ്. നാട്ടിലെ ഖതീബ് പേരിട്ടതാ. മദ്രസ 10ാം ക്ലാസ് വരെ പഠിച്ചവളാ. പക്ഷേ 2 പൊന്നുമക്കള് അതാ ഇട്ടേച്ചുകൊണ്ട്, ഉമ്മാനെ വഞ്ചിച്ചുകൊണ്ട്, തനിക്ക് വേണ്ടി കട്ടപ്പെട്ട് എല്ലുമുറിയെ പണിയെടുക്കുന്ന ഗൾഫിലെ ഭർത്താവിന്റെ പ്രയാസം മറന്ന് അവനെ വഞ്ചിച്ചുകൊണ്ട് ചാടിപ്പോയത് ഫാത്തിമ കുമാരന്റെ കൂടെയല്ലേ, പറങ്കോടന്റെ കൂടെയല്ലേ, ജോസഫിന്റെ കൂടെയല്ലേ, അല്ലെങ്കിൽ അബൂബക്കറിന്റെ കൂടെയല്ലേ? കാരണം മൊബൈൽ കൊണ്ട് തുടങ്ങി വെച്ച തോന്നിവാസമാണ്. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു അവരുടെ ഒരു അയൽവാസി പെണ്ണ് 3 പൈതമക്കള് ആ 3 പൈതമക്കളെ ഇട്ടെറിഞ്ഞുകൊണ്ട് രാത്രി ഭർത്താവിന്റെ കൂടെ കിടക്കുമ്പോ ഭർത്താവിനെ ഉറക്കിയിട്ട് രാത്രി 2:30 മണിക്ക് എല്ലാ ആഭരണം എടുത്തിട്ട് ഒരു ഹൈന്ദവന്റെ കൂടെ ചാടിപ്പോയി. ഇന്നാലില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. എല്ലാരും കോടതിയിൽ വന്നപ്പോഴേ ഇവളുടെ മക്കള് ഭർത്താവ് എല്ലാം പോയി. അപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താറിയോ? അത് പല ഭർത്താക്കന്മാർക്കും ഒരു മറുപടിയാണ്. ഇവള് പറഞ്ഞു, മക്കളാണ്ട് കരഞ്ഞു, 3 മക്കളുണ്ട് പൊട്ടിക്കരഞ്ഞു, ഉമ്മാന്ന് വിളിച്ചിട്ട്. അപ്പൊ ഇവള് വന്നത് ഉമ്മാന്ന് വിളിക്കാൻ പറ്റുന്ന കോലത്തിൽ വന്നല്ല, അമ്മേന്ന് വിളിക്കാൻ പറ്റുന്ന കോലത്തിലാ. പക്ഷെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ലല്ലോ. അവളതൊക്കെ കഴിഞ്ഞിക്കണ്, തലയിൽ മുണ്ടൂടാതെ ആ സംസ്കാരത്തിലാ വന്നത്. പക്ഷെ കുട്ടികൾക്ക് ഉമ്മയല്ലേ, ഉമ്മാന്ന് വിളിച്ച് കരഞ്ഞു. അപ്പൊ കുട്ടികൾ കാര്യമ്പോ ഉമ്മയാണെങ്കിൽ എത്ര കട്ടിയുള്ള മനസ്സാണെങ്കിലും, എത്ര ഇമ്മാണെങ്കിലും, ഇമ്മാണെങ്കിൽ ഒരു ചെറിയ കൃഫുണ്ടാവും. അതിനൊരു ചെറിയ ഒരു ചെറിയ ചിന്ത, ഒരു ചെറിയ സ്നേഹം ഉറവ് പൊട്ടും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ കുട്ടികൾ 3 കൂടി ഉമ്മാന്ന് വിളിച്ച് കൈ പിടിച്ച് കരഞ്ഞപ്പോ ഇവള് കുട്ടികളെ 3 അപ്പുറത്ത് കൊണ്ടിട്ട് പറഞ്ഞൊരു സ്വകാര്യമുണ്ട്. അത് ഭർത്താക്കന്മാർ ചിന്തിക്കണം. എന്താ അറിയോ? ഉമ്മാന്റെ കുട്ടികൾ പോയിക്കോളി, ഉമ്മ 1 മാസം കഴിഞ്ഞാൽ വരാം. എന്താ അതിന്റെ അർത്ഥം? ഈ ഉമ്മ 1 മാസം കഴിഞ്ഞാൽ വരാന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അതിനർത്ഥം ഭർത്താക്കന്മാരെ നമ്മളിൽ പലരുമാണ്. കാരണം അത് അവരുടെ കുടുംബജീവിതം പഠിച്ചാൽ മതി. ഈ ഭർത്താവ് കല്യാണം കഴിച്ചു കൊണ്ടേറ്റുള്ളൂ, സ്നേഹം എന്താന്ന് പറഞ്ഞു കൊടുത്തിട്ടന്നില്ല, കാണിച്ചു കൊടുത്തിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവ എപ്പോ നോക്കിയാലും കർക്കിടക മാസം കണ്ട മോറാം, ചിരിക്കില്ല, മുണ്ടൂല്ല. അവളേറ്റ് ഹലാലായ ഒരു സുഖത്തിൽ ഏർപ്പെടൂല. പക്ഷെ കുട്ടികൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രം. അപ്പൊ ഇവൾക്ക് ഉറപ്പാണ് ഇവൻ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ലാന്ന് ഉറപ്പാണ്. തൊലിവെളുപ്പ് കണ്ടിട്ടാണ്. അത് ഇവൾക്ക് തന്നെ അറിയാം. തൊലിവെളുപ്പിലുള്ള സ്നേഹം 1 മാസം ഉണ്ടാവുള്ളൂ. എന്നാൽ ആ 1 മാസം സ്നേഹം കിട്ടുമല്ലോ എന്ന നിലക്ക് കുട്ടികളോട് പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആഭാസം മറങ്ങ് തറക്കുന്ന ലോകമാണെന്ന് മറക്കണ്ട. പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകേണ്ട വിഷയമാണ്. വളരെ പെട്ടെന്ന് ഞാൻ നിർത്തുകയുമാണ്. 1.5 മണിക്കൂറേ ഞാൻ സംസാരിക്കൂ. അതിൽ 1 മണിക്കൂറായി. 2 മണിക്കൂർ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞാൽ നിർത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സദസ്സിൽ പലരും നിസ്കരിക്കാത്തവരാണ്. ഇനിയും ആഭാസത്തിന്റെ പല ചിത്രങ്ങളും എനിക്ക് പറയാനുണ്ട്. പക്ഷെ ആഭാസത്തിൽ നിന്ന് ഇനി ആത്മീയതയിലേക്ക് എന്ന വാതിൽ ഞാൻ തുറക്കണമല്ലോ. അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരു 3 സ്വലാത്ത് ചൊല്ലുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم أرحم الراحمين يا الله. ഞങ്ങളെ സദസ്സിനെ കബൂലാക്കണേ അല്ലാ. സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ലാ. സലാമത്ത് സ്വലാത്ത് കൊണ്ട് പ്രദാനം ചെയ്യണേ അല്ലാ. ഇസ്സത്തും റിഫഅത്തും പ്രദാനം ചെയ്യണേ അല്ലാ. മുറാദുകൾ ഹസലാക്കി തരണേ അല്ലാ. രോഗങ്ങൾ മാറ്റി തരണേ അല്ലാ.
നിന്റെ ത്വാഅത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ എല്ലാത്തിന്റെയും അടിസ്ഥാനം ഇഖ്ലാസാണ്. ആ ഇഖ്ലാസ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ പറയ്, ആമീൻ പറയ്. ആ ഇഖ്ലാസ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മഹാനായ വരക്കൽ തങ്ങൾപ്പാപ്പ സമസ്ത ഉണ്ടാക്കിയപ്പോഴേ ദ്വാരുന്നൊരു ദ്വാ ഉണ്ട്. എന്താ അറിയാ? അല്ലാഹു തആല തങ്ങൾപ്പാപ്പാക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. സമസ്ത അത് തർക്കമില്ലാത്ത കാലാണ്. സമസ്ത ഉണ്ടാക്കിയപ്പോ വരക്കൽ തങ്ങൾപ്പാപ്പ ദ്വാരുന്നു, പഠിച്ചോനെ ഈ പ്രായമുള്ള സമയത്ത് അതാണ് ഉണ്ടാക്കിയത് സമസ്തയാണ്, എന്നാലും ദ്വാ നോക്കി നിങ്ങള്. അപ്പൊ എന്തേലും ഉണ്ടാക്കിയത് കാര്യമില്ല, പള്ളി ഉണ്ടാക്കിയത് കാര്യമില്ല, മദ്രസ ഉണ്ടാക്കിയത് കാര്യമില്ല, സംഘടന ഉണ്ടാക്കിയത് കാര്യമില്ല. അതിനൊരു മജ്ജുണ്ട്. അതില്ലെങ്കിൽ ഇതൊക്കെ അസ്ഥിപഞ്ജരങ്ങളാ, ഒന്നിനും പറ്റൂല, ഇതൊക്കെ നാറും. അതുകൊണ്ട് നമ്മളും നാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ വരക്കൽ തങ്ങൾ പാപ്പ, ഞാൻ ആരും കുറ്റം പറയില്ല, ചരിത്രത്തിൽ നേര് വരെ ഒരു സംഭവം പറയാൻ. വരക്കൽ തങ്ങൾ പാപ്പ സമസ്തന്റെ ശില്പിയാണല്ലോ. സമസ്ത ഉണ്ടാക്കിയതിനു ശേഷം തങ്ങള് അന്നത്തെ ആലിമ്യങ്ങൾ എന്ന് പറഞ്ഞാല് ഖറാഅത്ത് ചെയ്യാത്ത ആൾക്കാരാ, അന്നം വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഒരു മനുഷ്യന്റെ ഈമാൻ അളക്കാൻ ഏറ്റവും നല്ല മാർഗം ഓനും പൈസ തമ്മിലുള്ള ബന്ധം എങ്ങനെ നോക്കിയാൽ മതി. നിസ്കാരതാമ്പിന്റെ വലിപ്പം നോക്കണ്ട. നിസ്കാരതാമ്പ് നോക്കിയപ്പോ എല്ലാരും ഔലിയാക്കളാ, കാരണം എല്ലാവർക്കും താമ്പുണ്ട്. താമ്പില്ലാത്തവരാരാള് അല്ല. ഞാൻ നാളെ ഒരു സ്ഥലത്ത് പോയപ്പോ ഞാൻ താമ്പുള്ളവരെ കളിയാക്കല്ല കേട്ടോ. താമ്പുള്ള വളരെ മുത്തക്കങ്ങൾ സ്റ്റേജിലുണ്ട്, താഴെയുണ്ട്, അവരെ ചെറുതാക്കില്ല. പക്ഷെ താമ്പുകൊണ്ട് നമ്പാൻ പറ്റൂല. ഞാൻ ഒരു സ്ഥലത്ത് അതിനപ്പോ ഭയങ്കരമായിട്ട് താമ്പുള്ള ഒരാളുണ്ട്, നെറ്റി മൊത്തം താമ്പന്നെ. അപ്പൊ ഇങ്ങനെ വെറുതെ ഉണ്ടാവും ചിലപ്പോ. താമ്പിന്റെ ഊക്കൊണ്ട് ഞാൻ വളഞ്ഞു നിന്നിട്ട് കൈ പിടിച്ചിട്ട് അവനോട് പറഞ്ഞു നമ്മളെ കാര്യത്തിൽ ദ്വാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ജുബന്റെ സൈഡ് പിടിച്ചിട്ട് കാളിയത് എന്നോട് പറഞ്ഞു, പിന്നെ അങ്ങനെ വല്ലാതെ പറയണ്ടായിരുന്നു. എന്തേന്ന് വെച്ച് അവിടുത്തെ ഏറ്റവും വലിയ കഞ്ചാവ് അടിക്കുന്ന ആളാണെന്ന് പറഞ്ഞേ. താമ്പ് അല്ലാണ്ട് ഭയങ്കര ജാതി താമ്പ്. ഇതിപ്പോ നമ്മളെ വീട്ടിലൊക്കെ ഈ പൈസ തേടി വരുന്ന ആൾക്കാർക്കും താമ്പുണ്ടല്ലോ റമദാനൊക്കെ. കാരണം 50 ഉറുപ്പിക കൊടുത്താൽ താമ്പ് കിട്ടും. നിസ്കാര താമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കണം, 50 ഉറുപ്പിക കൊടുത്താൽ കിട്ടും. അപ്പൊ ഇത് രാവിലെ ഇങ്ങനെ നെറ്റിമൊട്ടിക്കാണ്, എന്നിട്ട് ഇങ്ങനെ കയറി വരികയാണ് വല്ലതും തരിയെന്ന് പറഞ്ഞിട്ട്. വൈകുന്നേരം ഈ താമ്പ് തിരിച്ചു കൊടുത്താൽ 50 ഉറുപ്പികയാണ് വാടക. ഇവർക്ക് ഇതിൽ 5000 ഉറുപ്പിക കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇതിപ്പോ എല്ലാവർക്കും ഉണ്ട്. എന്താ വാടക കിട്ടാത്ത എന്താപ്പോ ഉള്ളത്? എല്ലാം വാടക കിട്ടും. ഈമാൻ മാത്രമേ വാടക കിട്ടാത്തുള്ളൂ, ബാക്കിയൊക്കെ കിട്ടും. ഈമാൻ വാടക കിട്ടില്ല, ബാക്കി എല്ലാം വാടക കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞേ എന്താ പറഞ്ഞേ? അല്ല നിങ്ങൾ ഒപ്പുണ്ടോ നോക്കണല്ലോ. അല്ല താമ്പിന്റെ അല്ല, അതിന്റെ എന്ത് പറഞ്ഞിട്ടാ താമ്പ് നമുക്ക് കയറിയത്? എന്താന്ന് ഓർമ്മണ്ടോ? ഉണ്ടായാൽ മതി. കാരണം നട്ടുവച്ച സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് കേൾക്കണമെങ്കിൽ ഞാനൊരു മെനക്കെടണം. എനിക്കറിയാം, എന്റെ സാഹസിലാണെങ്കിൽ ആൾ ഉറങ്ങാൻ വിടൂല. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഉറങ്ങണുണ്ടാകും, 2 മണി വരെ നിൽക്കൂല, സഡൻ ബ്രേക്ക് ഇടും. ഉറങ്ങിയിട്ട് വേള വരെ എന്നെ കിട്ടൂല. അങ്ങനെയുണ്ട് ഒരു വേള്. ആൾക്കാർ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു തരും. അങ്ങനെ നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല. എല്ലാരും കൂടി സമ്മതിച്ചിട്ട് വേള, എല്ലാവരും എന്റെ വേള തന്നെ എല്ലാരും കൂടി വേള. അപ്പൊ ചോദിക്കണേ നിങ്ങൾ സഹകരിക്കണം. വരക്കൽ സമസ്തയാണ് ഉണ്ടാക്കിയത്. ഇത് ഇബാദത്തല്ലേ, ഇത് കറാമത്തല്ലേ? സമസ്ത ഞാൻ ഇതിന്റെ ശബ്ദം അങ്ങ് കേട്ട് പരിചയമുള്ളവർക്കറിയില്ല. അവസ്മാറൊന്നല്ല കേട്ടോ, ഇടയ്ക്കൊരു സൗണ്ട് ഉണ്ടാവും, പേടിക്കണ്ട. സമസ്ത എന്ന് പറഞ്ഞാൽ പടച്ചോനെ വേണ്ടി ഉണ്ടാക്കുന്ന പാർട്ടിയാണ്, വേറെ ഒന്നിനല്ല. എന്നിട്ട് തങ്ങൾ പാപ്പന്റെ ദ്വാ എന്താണെന്നറിയോ? ഇനി ഞങ്ങൾക്ക് സ്വർഗം കൊണ്ടാന്നല്ല, പിന്നെ പടച്ചോനെ ഈ സമസ്ത പ്രായമുള്ള സമയത്ത്, രോഗമുള്ള സമയത്ത് ഞാനും ഈ ആലിമ്യങ്ങളും. ആലിമ്യങ്ങള് അന്ന് സമസ്തയിലെ മെമ്പറാണ് മഹാനായ ഉസ്താദുൽ അസാത്തീദ് കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ ഗ്രൂപ്പീസം പറയില്ല കേട്ടോ. അന്ന് ആർക്കും തർക്കമില്ലല്ലോ, എല്ലാവരും ഒരുപോലുള്ള സമയമാണ്. ഞാൻ ഗ്രൂപ്പീസം പറയില്ല. അന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഉള്ള സമയമാണ്. മഹാനായ ആരെ കണ്ണിയത്ത് ഉസ്താദ് ഒരു കറാത്ത് പോലും ഇപ്പം കേരളത്തിലുള്ള എല്ലാ മദ്രസയിലും ഏത് വിഭാഗം ആയിക്കോട്ടെ, എല്ലാ മദ്രസയിലുള്ള കുട്ടികളെ നേരത്തെ ഇരുത്തി, എന്നിട്ട് വെണ്ടക്കാശത്തിൽ ചോദ്യം ചോദിച്ചു നോട്ടാ, ഈ അടുത്ത കാലത്ത് ജീവിച്ച വഫാത്തായവരിൽ ഒരു കറാത്ത് പോലും ചെയ്യാത്തവരായി അറിയപ്പെട്ട ഒരാളുടെ പേരെഴുതുവോ? ബ്രാക്കറ്റിൽ പൂരിപ്പിക്കണ്ട. അങ്ങനെ ചിലതുണ്ടാവില്ല, ബ്രാക്കറ്റ് പൂരിപ്പിച്ചു കൊടുക്കണേ, വേണ്ട. കുട്ടികൾ വെണ്ടക്കാശത്ത് എഴുതും വാഴക്കാട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. ആർക്കും മനപ്പാടുള്ള ആളല്ലേ? അവരൊക്കെ ഉള്ള കാലത്ത് വരക്കൽ തങ്ങൾ പാപ്പ ദ്വാരക്കയാണ്. അല്ലാഹുവേ, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞങ്ങൾ ഉണ്ടാക്കിയത് നിന്റെ ദീനിന്റെ നിലനിൽപ്പിനാണ്. അത് നിനക്കറിയാം. അല്ലെങ്കിൽ റബ്ബേ, സമസ്തയെ ഇവിടെ വെച്ചുകൊണ്ട് നീ തകർക്കണേ അല്ലാ. സമസ്ത ഞങ്ങൾ ഉണ്ടാക്കിയത് നിന്റെ ദീനിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ
അല്ലാന്നാണ് എനിക്ക് തോന്നുന്നെങ്കിൽ ഇത് ഇവിടെ തകർത്ത് തരിപ്പണാക്കണം, നാളേക്ക് നീട്ടിയേക്കരുത്. കാരണം അതല്ലാതെ ഇത് ഉണ്ടായിട്ട് കാര്യമില്ല. അതാണ് വലിയ സംഘടന ഉണ്ടായിട്ട് കാര്യമില്ല, വലിയ പള്ളി ഉണ്ടായിട്ട് കാര്യമില്ല. ഇഖ്ലാസ് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് കേടായിട്ട് മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന് നിസ്കരിച്ചിട്ടും കാര്യമില്ല. വൈലുലിൽ മുസല്ലീൻ, നോമ്പോറ്റിട്ട് കാര്യമില്ല. റബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജുഉ വൽ അത്ഷ്, മുഹമ്മദ് മുസ്തഫ. ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. എല്ലാത്തിന്റെയും മർമ്മം ഒരു സംഗതിയെ ആത്മീയ വിഷയമാക്കി മാറ്റുന്നതിന്റെ മജ്ജ. വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസാണ്. അതുകൊണ്ട് ഞാൻ ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് രക്ഷപ്പെടുക എന്ന ശീർഷകം പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് നിങ്ങളോട് വിട പറയുമ്പോൾ എന്നോടും നിങ്ങളോടും ആദ്യമായും അവസാനമായും പറയുന്നത്, ഏത് കർമ്മങ്ങളിലും ഇഖ്ലാസ് വേണേ. ദൂർത്തിൽ നിന്നും പാശ്ചാത്യന്റെ പരിഷ്കാരങ്ങളിൽ നിന്നും രാജിവെച്ചുകൊണ്ട് റബീഉൽ അവ്വൽ മാസം നമ്മളോട് വിട പറയുകയാണ്. നമ്മുടെ പരിഷ്കാരം, നമ്മളെ റോൾ മോഡല് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി മൗലായ. ഉറക്ക നട്ടുവെച്ചാണ് അങ്ങോട്ട് പോട്ടെ. സലാത്ത് ഈ മരങ്ങൾക്കിടയിൽ കൂടെ തടസ്സമില്ലാതെ റൗളിക്കാണ്ട് പോയിട്ട് മുട്ടട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا ربي صل عليه وسلم. പ്രിയപ്പെട്ടവരെ, ആഭാസങ്ങളിൽ നിന്ന് ആത്മീയതയിലേക്ക് സടകുടഞ്ഞ് നിൽക്കുമ്പോൾ ആത്മീയതയുടെ നേതാവ്, ആത്മാവിന്റെ അനുരാഗമായ, അനുരാഗികളുടെ വിസ്മയമായ, വിസ്മയത്തിന്റെയും സായുജ്യത്തിലും രോമാഞ്ചമായ മക്കയിൽ ഉദിച്ച പ്രഭയായ മദീനയിൽ നിലകൊള്ളുന്ന നിലവായ അല്ലാഹുവിന്റെ മുത്തായ ലോകത്തിന്റെ സത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. പതിമക്കത്താകാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടോ. പതിമക്കത്താകാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടോ. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലോ, പൂമോകം ഇന്നെന്റെ കൽബിൽ കണ്ടോ. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുറ്റേറെ സോലെ കണ്ടോ. മനസ്സിന്റെ കണ്ണേ തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂവി കണ്ടോ. അറിവിന്റെ കേദാര ഭൂവി കണ്ടോ. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ആത്മീയതയിലേക്ക് എന്നതിൽ. ഞാൻ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ കേവലം പാട്ടല്ല, അതിന്റെ അർത്ഥം ഞാൻ എന്റെ ഷോർട്ട് പറഞ്ഞുതരാം. ഞാൻ മക്കത്തും മദീനത്തൊന്നും പോയിട്ടില്ല, മക്കത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങുണ്ടാവും. ഞാനേ ഒരു സത്യങ്ങളോട് പറയാം, കേക്കട്ടെ, കേൾക്കുവോ? നല്ല രസമുള്ള സത്യമാണ്, പഠിക്കാനുണ്ട്. നിങ്ങൾ കേൾക്കുവോ? കേൾക്കുമെങ്കിൽ കേൾക്കും അറിയില്ലെങ്കിൽ അത്. എന്നൊരു സ്വലാത്ത് വർക്കതിൽ ഇപ്പൊ പറഞ്ഞുതരാം. നീ കേട്ടോളെ, ഞാൻ ഇന്നലെ മഗ്‌രിബിന്റെ ശേഷം ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്താ എന്റെ ഡ്രൈവർ മണിക്കൂർ കണക്കൂട്ടിയിട്ട് പറഞ്ഞു, ഉസ്താദ് ഇപ്പൊ പോകണ്ട, സുബഹി നിസ്കരിച്ചിട്ട് പോയ എത്തും. ഉസ്താദിന്റെ സമയം 11 മണിയാണ്, അത് ചിലപ്പം 12 മണിയാവുന്ന. എന്നിട്ടും വണ്ടി ഇങ്ങോട്ട് തിരിയല്ല. വണ്ടി വെക്കുമ്പോ എങ്ങനെ വന്നാ പോരെ. ഞാൻ ഇവിടെ ഈ കുഞ്ഞിപ്പള്ളിയിൽ ലോഡ്ജ് എടുത്തിട്ട് അവിടെ കിടന്നിട്ട് സുബഹി നിസ്കരിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് വരുന്നത്. അവിടെ 140 നമ്പറിൽ ഇന്നലെ രാത്രി ഞാനാ ഉറങ്ങിയത്, ഞാനും എന്റെ ഡ്രൈവറും ഉറങ്ങിയത്. അപ്പൊ ഞാനിങ്ങനെ എന്തിച്ചു, പിന്നെന്തിനപ്പൊ ഈ പോണേന്ന്. പൊരയിൽ കിടന്നിട്ട് രാവിലെ സുബഹി നിസ്കരിച്ച് വന്നാൽ ഇവിടെ സുഖമായിട്ട് എത്തിയിരുന്നു. പിന്നെ കുഞ്ഞിപ്പള്ളിയിൽ പങ്കെടുത്തപ്പോ സംഗതി മനസ്സിലായി. ഞാൻ കുഞ്ഞിപ്പള്ളിയില് ഒരു 3:30-4 മണിക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയി, സുബഹി നിസ്കരിക്കാൻ വേണ്ടി പോയി. 2 റക്അത്ത് താജ്ജുദ് നിസ്കരിക്കാന്ന് വെച്ചിട്ട് നേരത്തെ പോയി.
സുബഹി നിസ്കരിക്കാൻ ഒന്നാം സഫയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പൊ എന്റെ തൊട്ടടുത്ത് മെല്ലിച്ചൊരു മനുഷ്യനുണ്ട്. വളരെ മെല്ലിച്ച ഒരു തോർത്തുണ്ട് തോള് കൂടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അയാളെ അറിയില്ല, ആളെന്നെ അറിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നിസ്കരിച്ച് അങ്ങനെ ഇരിക്കാം. നിസ്കരിച്ച് അങ്ങനെ ഇരിക്കുമ്പോ നിസ്കരിച്ചതിന് ശേഷം ജമാഅത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചൊല്ലിപ്പറ അവിടെ ഇരിക്കുമല്ലോ. നിങ്ങൾ ഇരിക്കലും ഇല്ലേ? ഓടല ആ ഇരുത്ത ഇരിക്കുകയാണ്. അപ്പൊ എന്റെ തൊട്ടടുത്തുള്ള ആള് ഭയങ്കര കരച്ചില്, സത്യം ഭയങ്കര കരച്ചില്. അപ്പൊ കരയുമ്പോ നമ്മളിങ്ങനെ നോക്കുമല്ലോ എന്താ പതെന്ന്. കരയുമ്പോ ഇയാള് പറഞ്ഞാരോ സ്വകാര്യം കരഞ്ഞപ്പോ പരസ്യമായതാണ്. ഞാൻ അടുത്തുള്ള ആളറിയില്ല. പഠിച്ചോനെ എത്ര കാലമായി ഞാൻ എന്നോട് പറയണു ഇന്നൊന്ന് മുത്തനബിന്റെ അടുത്തേക്ക് എത്തിച്ചേരണമെന്ന്, ഇതുവരെ എത്തിച്ചില്ല. എത്ര ഞാൻ അങ്ങനെ നിക്ക. അപ്പൊ എനിക്കും കരച്ചില്ല. കാരണം മദീനത്തേക്ക് എത്തായിട്ട് ഇരുന്ന് കരയാണ്. അപ്പൊ ഞാൻ അയാളെ കരച്ചില്ല. അപ്പൊ അയാൾ ദ്വാരക്കുണ്ട്, ഇന്ന മദീനത്ത് എത്തിക്കണ റബ്ബേ, ഇന്ന മുത്തനബിന്റെ അടുത്തേക്ക് എത്തിക്കണ റബ്ബേ, അല്ലാതെ മരിപ്പിക്കല്ല റബ്ബേ എന്നൊക്കെയാണ് പറഞ്ഞു. അപ്പൊ എനിക്കും തോന്നി ഇവിടുന്ന് നീച്ചോണ ശരിയല്ല. അവിടെ ഇന്ന് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എന്താ നിങ്ങളെ പേരാള് പറഞ്ഞു. ഇനി ഇപ്പത്തി കൂടി ചിലപ്പോൾ ആള് കേട്ട അയാളെ ഇതാക്കണ്ട പേര് പറഞ്ഞു. എന്താ നിങ്ങൾക്ക് പണിയെന്ന് വെച്ചു. നിങ്ങൾ എവിടെയെന്ന് വെച്ചു. ഞാനും പിന്നെ പുലാമന്തോള് അല്ല എന്താ കേണി മാനസിലേറെ നാടെന്താ അല്ലല്ല വണ്ടൂരല്ല കരുവാരക്കുണ്ട്. ആ ഭാഗത്താണ് ബാക്കെന്നാ വിളിച്ചത്. കരുവാരക്കുണ്ട് ആ ഭാഗത്താണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ഇവിടെ പണിയെന്ന് വെച്ചു. ഇവിടെ ഞാൻ പാറാവുകാരനാണ്, എനിക്ക് രാത്രി ഡ്യൂട്ടിയാണ്. അപ്പൊ ഞാൻ അയാളെ കരച്ചിൽ കേട്ടൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് അയാൾ അറിയില്ലല്ലോ. എനിക്ക് മനസ്സിലായി അയാൾ മദീനത്തെ എത്താനുള്ള തിടുക്കം കൊണ്ട് എത്താത്തോണ്ട് മനം പൊട്ടിക്കാരാണ്. അതിപ്പോ എന്നും കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഹജ്ജിനും ഉംറക്കൊന്നും പോയിട്ടില്ലേ ചോദിച്ചു. അപ്പൊ അയാളൊന്ന് കരഞ്ഞു. ഞാൻ പോയിട്ടില്ല ഉസ്താദേന്ന് പറഞ്ഞു. എന്താ നിങ്ങൾക്ക് തടസ്സം എന്ന് വെച്ചു. ആരോഗ്യം ഉണ്ട്. അപ്പൊ എനിക്ക് പൈസന്റെ കുറവാന്ന് വെച്ചു. ആ പൈസ എൻ്റെ അടുത്തില്ല. എത്ര നിങ്ങളുടെ അടുത്തുള്ളതെന്ന് വെച്ചു. അപ്പൊ അയാൾ കണ്ണിൽ വെള്ളം നിറക്കുക ഒന്നുമില്ല. ഞാൻ പറഞ്ഞാ ഒരുങ്ങിക്കോളി ഇൻഷാ അല്ലാഹ്, നിങ്ങളെ ഉമ്മറക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഇത് പറയാൻ കാരണം അള്ളാഹു തആല പൂർത്തിയാക്കി തരട്ടെ. അപ്പൊ റബീഉൽ കഴിയാണ്. അപ്പൊ അള്ളാഹു തആല എന്നെ ആണ്ട് എത്തിച്ചാണ് ഈ കാര്യം. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ഉസ്താദെ നിങ്ങൾ പഠിച്ചോൻ എത്തിച്ചാണ് ഇവിടേക്ക്. കുറെ കാലമായിട്ട് ഞാൻ കരയാണ്. 2-3 ദിവസം ദ്വാരക്കാണ്. എത്ര കാലമായി കരയണ റബ്ബേന്ന്. അപ്പൊ അള്ള എത്തിച്ച ഇജാബത്താണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച്. ഇവിടെ ഞാൻ ആദ്യം ദ്വാരക്കാണ്. അയാൾ ഇൻഷാ അല്ലാഹ് വൈകാതെ ഒന്ന് മക്ക മദീനയിൽ എത്തിക്കാൻ അള്ളാഹു തആല അതിന് അവസരം തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അങ്ങനെ ഉണ്ടാവും. എവിടെ നിൽക്കുകയാണെങ്കിലും അതാണ് ഈ പാട്ടിന്റെ അർത്ഥം. ഞാൻ മക്കത്ത് പോയിട്ടില്ല, മദീനത്ത് പോയിട്ടില്ല, പക്ഷെ ഞാൻ കൽബിന്റെ കണ്ണങ്ങ് തുറന്നു നോക്കിയപ്പോ മുന്നിലുണ്ട് മുഹമ്മദ് മുസ്തഫ. പതിമക്കത്താ കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു. പതിമക്കത്താ കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലോ പൂമുഖമിന്നെന്റെ കൽബിൽ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലോ പൂമുഖമിന്നെന്റെ കൽബിൽ കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്തേറെ സോലെ കണ്ടോ. മനസ്സിന്റെ കണ്ണേ തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂമി കണ്ടോ. അറിവിന്റെ കേദാര ഭൂമി കണ്ടോ. എവിടെ നിൽക്കുകയാണെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ചാലക ശക്തി ഉണർന്നു നിൽക്കണം. മുഹമ്മദ് മുസ്തഫ. ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല വാതിൽ മിഫ്താഹ്. എല്ലാ വാതിലും തുറക്കണം മിഫ്താഹ്. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി മൗലായ على حبيبك خير الخلق كلهم. വാത് കേൾക്കുന്ന ഉമ്മമാരെ, ഒരു 10 മിനിറ്റ് ഞാൻ നിങ്ങളോട് പറയൂ. ഇനി സദസ്സിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നിങ്ങളോട് പറയുകയല്ല, ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്.
എന്താണ് പെങ്ങളെ? എന്റെ ആത്മസുഹൃത്ത് ഉദവിയുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് കുടുംബത്തിൽപ്പെട്ട ഒരാള് എന്തോ ഒരു ആഭരണം സ്വർണ്ണമേൽപ്പിച്ചു എന്ന് പറഞ്ഞു. തമ്പുരാനെ, ആ പൊന്നേൽപ്പിച്ചത് ഏത് പെണ്ണാണെങ്കിലും ഏത് കുടുംബമാണെങ്കിലും നീ അത് കബൂലാക്കണേ അല്ലാഹ്. മോൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇൻഷാ എന്ന കുട്ടിയുടെ പിതാവ് ഒരു പവൻ സ്വർണം, അതെ, ഒരു പവൻ സ്വർണം മോൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. മോൾക്ക് എന്താണ് അസുഖമുണ്ടോ? ആ, മരിച്ചോന്നല്ലല്ലോ. കുട്ടിയുടെ സാലിയത്തായ മകളായി വളരാൻ അല്ലാഹു തആല ആ മോളെ സാലിയത്തായ മോളാക്കട്ടെ. പഠിച്ചോനെ, അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു എഴുത്ത് കിട്ടിയിട്ടില്ല. കുട്ടിയെ സാലിയത്താൻ വേണ്ടിയിട്ട് അല്ലാഹു അവരുടെയും ഞങ്ങളുടെയും മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുമാക്കണേ അല്ലാഹ്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. പിന്നെ ഈ കിടക്കണ മഹാൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. അങ്ങനെ അവർക്ക് വേണമെങ്കിൽ അത് കാണാനും അറിയാനും കഴിയും. അള്ളാന്റെ റസൂൽ ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. തൂറലു അലയ്യ അമാലുക്കും, നിങ്ങളെല്ലാ പ്രവർത്തനവും എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തിനാ റസൂലുള്ള കാണുന്ന പറയുമ്പോ അത്ഭുതം ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പ്രസംഗിക്കുന്നു, എന്റെ സുഹൃത്ത് മുസ്തഫ ഉദവി നേരത്തെ പ്രസംഗിച്ചൊക്കെ അത് സാക്ഷാൽ ആഫ്രിക്കയിൽ നിന്ന് ഈ സമയത്ത് തൽക്ഷണം കേൾക്കുന്നവരുണ്ട്, കാണുന്നവരുണ്ട്. ഇല്ലേ? അതിനല്ലേ ആ മലക്കവിടെ ഇരിക്കണേ അല്ലേ? ഈ സമയത്ത് അമേരിക്കന്ന് കേൾക്കുന്ന ഒരു ഭൂഖണ്ഡം, ഏഷ്യ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല ഭൂഖണ്ഡം മാറി കേൾക്കുന്നവരുണ്ട്, കാണുന്നവരുണ്ട്. ഞമ്മക്കൊക്കെ പറ്റും, റസൂലുള്ളാഹിക്ക് പറ്റൂല ഒന്നുമില്ലേ? ഈ സംവിധാനത്തിലൂടെ സകല ഭൂഖണ്ഡങ്ങളിലേക്കും ഈ ദൃശ്യം കാണിച്ചു കൊടുക്കുന്നതും ശബ്ദം കേൾപ്പിക്കുന്നതും അല്ലാഹു അല്ലേ? എന്നാലേ അങ്ങനെ അർത്ഥം വെച്ചാൽ മതി. റൗളയിൽ അല്ലാഹു ഒരു സംവിധാനം തുറന്നു വെച്ചിട്ടുണ്ടോ? നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ആ സംവിധാനം റസൂലുള്ളാഹി അങ്ങനെ തുഴറലു തന്നെ പ്രദർശിപ്പിക്കപ്പെടുക. ഈ സീരിയൽ ചിത്രം വരുന്നതിനായി പറയാം. മഅറൂലത്ത് തുഴറലു അലയ്യ അമാലുക്കും, നിങ്ങൾ എവിടെ ചെന്ന് ചെയ്താലും എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് റൗളയിൽ കിടന്നിട്ട് നമ്മളെ നേതാവ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവിടുത്തെ മദദ് അല്ലാഹു നമുക്ക് തിരിച്ചു തരട്ടെ. ആ റസൂലുള്ളാഹിന്റെ സാക്ഷാൽ മുഹിബ്ബാണ് ഈ കിടക്കുന്നത്. അതിന് തെളിവോ അൽസനത്തുൽ ഖൽഖി അഖ്ലാമുൽ ഹഖ്. വേറൊന്നും എനിക്കറിഞ്ഞൂടാ. കുറെ സ്വാലിഹ്യങ്ങൾ ഒരു സ്ഥലത്തേക്ക് ആകർഷിക്കുക. ഞാൻ ചരിത്ര പുസ്തകമൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ നോക്കുന്നത് അവിടെ പങ്കെടുക്കുന്ന ആരൊക്കെയാണ്. ഒരുപാട് മഹാന്മാർ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ ഹൈറുകൾ നടക്കുക. അപ്പൊ മനസ്സിലാക്കുക, വാദപ്രവാദത്തിന് പറ്റൂല. അപ്പോ മുഅ്മിനീങ്ങൾക്ക് ആശ്വസിക്കുക, അവിടെ ഒരു വലിയ മഹാനുണ്ട്, അതൊരു വലിയ മഹാനാന്ന് മനസ്സിലാക്കുക. അല്ലാതെ ആരിഫ്യങ്ങളുടെയും സ്വാലിഹ്യങ്ങളുടെയും മനസ്സങ്ങോട്ട് തിരിയില്ല. ഇവിടെ വലിയ വലിയ ആരിഫ്യങ്ങൾ ഒന്ന് സിയാറത്ത് ചെയ്ത് പോണ സ്ഥലമാണ്. സിയം വലിയുല്ലാഹി ശംസുൽ ഉലമ, കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ഔലിയാക്കളാണ് അവരൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്ത് പോണ സ്ഥലം. ശംസുലമ എന്ന് പറഞ്ഞാൽ സിയം എന്നൊക്കെ പറഞ്ഞാൽ കേവല ആളുകളല്ല. ശംസുലമ നോക്കിയിട്ട് മൃഗങ്ങളെ വരെ മര്യാദ പഠിപ്പിക്കലുണ്ട്. മനുഷ്യന്റെ കൽബിന്റെ ഉള്ളിൽ ഇത് വായിച്ച് പറയുന്ന ആളായിരുന്നു മഹാനായ ശംസുലമ. കൽബിന്റെ ഉള്ളിലുള്ളത് വായിച്ച് പറയുന്ന ആളായിരുന്നു. അങ്ങനത്തെ കൽബിന്റെ ഉള്ളിലുള്ളത് കാണാൻ കഴിയുന്ന മഹാന്മാർക്ക് മണ്ണിന്റെ അടിയിലുള്ളതും കാണാൻ കഴിയും. അപ്പൊ അവരൊക്കെ വന്ന് സിയാറത്ത് ചെയ്ത് പോണ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ നിങ്ങളാരെയും അടിമണ്ണം കണ്ടിട്ടല്ല. ഇവിടെ ഒരു വലിയ മഹാൻ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ ചുറ്റിപ്പറ്റിയിട്ട് എല്ലാ കൊല്ലം കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുക, പറയുന്നൊക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹ്, ഖുർആൻ ആയത്തെ ഹദീസ് തിരിച്ചു പോവുക, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അതിന് ഇൻഷാ അല്ലാഹ് ഈ മക്കബറ ഒന്നും കൂടി മൊഞ്ചു കൂട്ടണം. വേണ്ടേ? അതിനെന്താ വേണ്ടേ? നല്ലോണം പൈസ വേണം. അതിനിവിടെ എന്നാല് എല്ലാരും കൂടി പിടിച്ച് കുലിക്കാൽ പൈസ വീണ ഒരു മരം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നീച്ചിട്ട് നമുക്കാണ് കുലിക്കായിരുന്നു അടി പോയിട്ട്. അല്ല, ഈ കാട്ടിൽ എവിടെങ്കിലും ഒരു 3 മരം ഒരാൾ കുലിക്കേ അളകൂല, ഒരു 10-25 ആൾക്കാർ കുലിക്കേ അളകുന്നുണ്ടെങ്കിൽ ഈ സഭ പിരിഞ്ഞ ഉടനെ എല്ലാവർക്കും ഒന്നാണ്ട് ഇറക്കിയിട്ട് എന്നാ പിന്നെ കുലിക്കല്ലേ, എന്നാ ബിസ്മില്ല കുലിക്കായിരുന്നു. പറ്റില്ല. ഇവിടെ ബാല് പറഞ്ഞിട്ട് കൽബ് കുലുക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് വീണാലേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ ആരൊക്കെ കയ്യിൽ എത്ര പൈസ അള്ള തന്നെന്നുള്ളത് നിങ്ങളെ സൃഷ്ടിച്ച് പൈസ എന്ന് അള്ളാഹ്ക്കും നിങ്ങൾക്ക് അറിയുള്ളൂ, നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്റെ പെങ്ങളെ കെട്ടിക്കാനും എനിക്ക് പുര ഉണ്ടാക്കാനുമല്ല. ഇപ്പൊ ഞാനൊരു ഒരു ഉംറന്റെ കാര്യം പറഞ്ഞു, അത് ഞാൻ കൂടുതൽ പറയട്ടെ.
അയാളെ ഇൻഷാ അല്ലാഹ് ഉംറക്ക് കൊണ്ടാണ് നിന്റെ ഒരു തീരുമാനമാണ്. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഉണ്ടാവും ഒരാളെ ഉംറക്ക് കൊണ്ടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആളെ ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഉണ്ട്. നിങ്ങളുണ്ടാ നിങ്ങൾക്ക് ആ കൂലി ഇട്ടിട്ടോ. ഞാൻ നേർച്ചാക്കിയിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്ന നേർച്ചാക്കിയിട്ടില്ല. ആരും കൊണ്ടുപോകണില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കൊണ്ടുപോകും. അയാളെ പെട്ടെന്ന് പറഞ്ഞേക്കണം. അത്ര ആൾ തിടുക്കയക്കണം, കൽബം കണ്ട് മദീന പൊട്ടാണ്. ഞാൻ ആളെ ഇവിടെ നിർത്താൻ പറ്റില്ല. കൊണ്ടുപോയവർക്കൊക്കെ നല്ല കൂലി ഇട്ടു. എനിക്ക് വേറെ കുറെ ആൾക്കാരെ കൊണ്ടുപോകാനും സഹായിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഒരാളെ ഉംറക്ക് കൊണ്ടുപോയിട്ട് അയാളെ ദുആ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാളെ നമ്പർ എന്റെ പോക്കറ്റിലുണ്ട്. നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടാൽ അത് എന്നേറ്റ് പിന്നെ ബന്ധപ്പെട്ട ഇവിടെ നിന്നാണ് പറഞ്ഞയച്ചാൽ മതി. ഇവിടെ ഒതുവൊക്കെ ഉംറക്ക് കൊണ്ടുപോകുന്ന ആളല്ല, അവരെ കൂടാണ് പറഞ്ഞയച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അങ്ങനെ താല്പര്യം എന്നേറ്റ് ബന്ധപ്പെട്ടാൽ മതി. അതൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞെന്ന് മാത്രം, അത് അവിടെ ഇരിക്കട്ടെ. അപ്പോ പൈസ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെയാണ്. വേറെ എന്തിനാള് നമ്മൾ കുറെ പൈസ ഉണ്ടാക്കുക, എന്നിട്ട് ഹൈറായ കാര്യത്തിനും കൊടുക്കാതിരിക്കുക. പോകുമ്പോ ഫഹദ് രാജാവ് കൊണ്ടായതും നമ്മളെ നാട്ടില് പള്ളിന്റെ ഹൗലങ്കല് തോർത്തുമുണ്ട് വിരിച്ചിട്ട് മുറിക്ക് മരുന്നേറ്റാൻ പൈസ ഇല്ല തെരുന്ന എറണാള് കൊണ്ടുപോകുന്നതും 3 കഷ്ണം തുണിയാണ്. മൂക്കിൽ കുറച്ച് പഞ്ഞുണ്ട്. അതിന്റെ മേലെ ആരും ഒന്നും കൊണ്ടുപോകില്ല. ഇപ്പൊ എല്ലാവർക്കും വ്യത്യസ്ത വണ്ടിയാണ്. ഞാൻ എന്റെ വണ്ടിയിലേ പോകുള്ളൂ, ഓട്ടോറിക്ഷ പോകില്ല. അതിന്റെ അഹങ്കാരമായിരിക്കും. നിങ്ങൾക്കൊക്കെ നിങ്ങളെ വണ്ടി ഉണ്ടാകുമ്പോൾ അതിലേ പോകുള്ളൂ അല്ലേ? നമ്മളെല്ലാരും കാറ്റ് പോയി മരിച്ചാൽ ഒറ്റ വണ്ടിയിലാണ്. കാരണം ഒറ്റ പള്ളിയിൽ 3 മയ്യത്ത് വെട്ടലില്ല. ഒന്ന് താഴെയുള്ള ആൾക്കാർക്ക്, ഒന്ന് ഇടത്തരക്കാർക്ക്, ഒന്ന് മുന്തിയ ആൾക്കാർക്ക്. ഇവിടെ 3 വെട്ടലുണ്ടാവും ഇല്ല. ഇതൊക്കെ മോനെ ഈ ശ്വാസം ഉണ്ടാകുമ്പോഴുള്ള ഓരോ പോക്കാണ്. ശ്വാസാണ്ട് പോയാല് എല്ലാവർക്കും ഒരേ തുണി, ഒരേ വണ്ടി. യാ അല്ലാഹ്. എന്നിട്ട് ഈ കവളിന്റെ ഭാഗം ഉണ്ട് കഫൻ തുണി കൊണ്ട് മാറ്റാൻ. അതെ, ഇവിടുന്ന് കഫൻ തുണി കൊണ്ട് മാറ്റും. എന്നിട്ട് ഈ കവള് മണ്ണിക്കാണ്ട് ഒട്ടിക്കും. 3 കഷ്ണം തുണി ചുറ്റി മുറിയാതെ ദിക്റും ചൊല്ലി ഖബറിലേക്കുള്ളൊരു പോക്ക് കൽബിൽ നീ ഓർത്തൊന്നെ നോക്ക്. തൊട്ടിലാടിയ കുട്ടി പച്ച മണ്ണോട് നീ പിന്നെയൊട്ടി. അറിയോ പാട്ടറിയോ? പാട്ടറിയോ? ഒന്ന് മൂളി പാടിക്കോളി. ഇതൊക്കെ ഈമാന്റെ റേഞ്ച് ഇട്ടുന്ന പാട്ടാ, അല്ലാതെ വേറെയുള്ള പാട്ടൊന്നല്ല. ഈമാന്റെ റേഞ്ച് ഇട്ടുന്ന പാടാ. കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയോ മേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. പഴയ കാലത്ത് നല്ല പാട്ടായിരുന്നു. ഇപ്പൊ വേലറിയാൻ തന്നെ സമയമില്ല. അപ്പൊ പിന്നെ വേലിന്റെ അടിയിൽ കൂടി പുട്ടിന്റെ അടിയിൽ തേങ്ങ ചിരിക്കണ പാട്ടിങ്ങനെ ചിരി കൊടുക്കല. പഴയ പൂതി. ഇനി ഇവിടെ ഉച്ചനേശം പാട്ടുമാണ്. ഒരു പാട്ടുത്സവം നടക്കാൻ പോണം ഉച്ചനേശം. അല്ല കഥാപ്രസംഗം അതിൽ പാട്ടുണ്ടാവും. അപ്പോ എന്തും കേൾക്കാം, എന്തും ആസ്വദിക്കാം. പക്ഷെ അതുകൊണ്ടൊക്കെ എത്തേണ്ടത് അള്ളാഹിന്റെ അടുത്ത് റസൂലിന്റെ അടുത്ത് നൊക്കെ നല്ലതാ, നൊക്കെ നല്ലതാ. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ ഇനി വേണ്ടത് ധാരാളം പറയേണ്ട വിഷയമാണ്. ഞാനൊന്ന് പത്തിരി പോലെ പരത്തി വെച്ചതാണ്. ഇത് ബിരിയാണി പോലെ വെച്ചാലും തീരൂല ഈ വിഷയം. പക്ഷെ ഞാൻ പത്തിരി പോലെ ഒന്ന് പരത്തിയിട്ട് നിങ്ങൾക്ക് ചൂടോടെ ഇട്ടെന്നിട്ട് ഞാൻ പോകണം. ഇപ്പൊ ചൂടുള്ള സമയമായിക്കാണ്. ഇനി അവരെ പരിപാടി തുടങ്ങാനായിക്കാണ്. ഇനിയാണ് നിങ്ങളൊന്ന് തൂക്കാനുള്ളത്. ഈ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ മക്കബറ അതിങ്ങനെ കല്ലൊക്കെ പുറത്തേക്ക് സിമെന്റ് ഇട്ടിട്ട് ഇങ്ങനെ ഞാൻ ഫുള്ള് സിമെന്റ് ഇടണം, എന്നിട്ട് പെയിന്റ് അടിക്കണം, എന്നിട്ട് അതൊരു ഷോ. അങ്ങനെയല്ലോ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ മനസ്സിൽ വെച്ചോളി, പഠിച്ചോനെ നീ എനിക്ക് തന്നില്ലെന്ന് 1 ലക്ഷം കയ്യിലുള്ള അതിനൊരു 10,000 അല്ലെങ്കിൽ 5,000 എത്രയാണെങ്കിലും ഈ മഹാന്റെ ഇടപെടലും ഈ മഹാന്റെ റെക്കമെൻഡ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിലും പ്രവാസികളാണെങ്കിലും കടം കൊണ്ട് കുടുങ്ങിയാരാണെങ്കിലും അധ്യാപകന്മാരാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും കല്യാണം കഴിക്കാതെ നേരത്തെ ഉദവി അറിയില്ല 36 പെണ്ണിനെ പോയി കണ്ടെന്ന് തന്നെ കുറെ ആൾക്കാർക്ക് പണി. നേരം വെളുക്കുമാണ്ട് ഇറങ്ങും. ഉള്ള പരിയിലൊക്കെ പോയിട്ട് ഹോർലിക്സും കോയമുട്ടും നിന്നിട്ട് പള്ള ഉറപ്പിച്ചിട്ട് വൈകുന്നേരം ഒന്നിനും പറ്റാതെ പാൻറ് കൊടുത്തിട്ട് എന്താ കാട്ടാന്ന് അങ്ങനെ കിടക്കുക തന്നെ. കാരണം ഇപ്പം സീരിയലിൽ ഒരു പെണ്ണിനെ നോക്കിച്ചിട്ടുണ്ടാവും. അതിന്റെ മേപ്പോയിട്ട് നടക്കുക, അതിനൊപ്പിച്ച് കിട്ടും. നമ്മളെ നാട്ടിലെ മല്യം കൊത്തമാലി തന്നെ മൂക്ക് ചപ്പി പെണ്ണുങ്ങളല്ലേ ഓലന്റെ അപ്പം ഇതിനെ ഒപ്പിച്ച് നോക്കിയാൽ കിട്ടണ്. അപ്പൊ ഈ രീതിയിലൊക്കെ കുട്ടികളെ മനസ്സങ്ങോട്ട് മാറി. അതാണ് എന്നെ കണ്ട് മാറി. ആ മനസ്സൊക്കെ പോയിട്ട് അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു മുത്ത് മാണിക്കക്കല്ല് സ്വാലിയത്തായ ഒരു പെണ്ണിനെ കിട്ടിയിട്ട് ഈ മാംസബന്ധിത ഈ രസം ഉണ്ടല്ലോ, ഈ ശരീരത്തിന്റെ ഗ്ലാമർ അത് 2 ആഴ്ച ഉണ്ടാവും. 2 ആഴ്ച നീണ്ടുന്ന 2 ആഴ്ച. പിന്നെ നിലനിൽക്കണമെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ ഗ്ലാമർ ഉണ്ടാവും, അല്ലെ നിലനിൽക്കൂല. അതാണ് ഫൽഫർ വിദാത്തിന്റെ. അവിടെ ആഭാസം വന്നിട്ടപ്പാണ്ടെന്ന്. അപ്പൊ കല്യാണം എന്ന് പറഞ്ഞാൽ ആഭാസത്തിന്റെ അരങ്ങേറ്റ. അന്നിക്കാമിൻ സുന്നത്തിന് ഹദീസിലുള്ളത്. പക്ഷെ ഇന്നത്തെ കല്യാണ പന്തൽ എങ്ങാനും റസൂലിനെ കണ്ടാൽ അന്നിക്കാമിൻ ലാനത്തി എന്ന് പറയും.
നിക്കാഹിന്റെ ലാനത്ത് പെട്ടാണെന്ന് പറയും. ഇക്കോലത്തിലല്ലേ നിക്കാഹ്. അതൊക്കെ ആഭാസമായി മാറി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊക്കെ അങ്ങനെ പറഞ്ഞു പോകാനേ സമയമുള്ളൂ. കല്യാണം മൊത്തം ആഭാസം ഏറ്റെടുത്തു ശൈത്താന്. മുതലാളിമാരെ വീട്ടിലെ കല്യാണങ്ങൾ മൊത്തം പിശാച്ച് വാടകയ്ക്കെടുത്തു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഭക്ഷണത്തിന്റെ ദൂർത്തൊരു ഭാഗത്ത് പെണ്ണുങ്ങളുടെ കുണുങ്ങിയിട്ടുള്ള നടത്തോ, അതാ പെണ്ണുങ്ങളുടെ നൈസായ ബ്ലൗസ് ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ മാർദ്ദള ഭാഗങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന പുതുപെണ്ണുങ്ങള് അധികരിച്ച ആഭാസത്തിന്റെ കാലമല്ലേ. അതിൽ നിന്ന് ആത്മീയതയിലേക്ക് പെണ്ണുങ്ങളെ രക്ഷപ്പെടണോ? അതിന് കൽബിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കണോ? മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലം. ഞാൻ പള്ളി പറഞ്ഞപ്പോഴോ മദ്രസ പറഞ്ഞപ്പോഴോ പ്രസംഗം പറഞ്ഞപ്പോഴോ ഒരു വിഭാഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞതല്ല. ആഖിറസമാനിൽ നിസ്കാരമടക്കം ആഭാസമാകുന്ന അപകടോ നമുക്കൊക്കെ ഒരുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ വിഷയത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയതാണ്. അല്ലാഹു എന്നെയും നിങ്ങളെയും എല്ലാവരെയും നന്നാക്കട്ടെ. നമ്മുടെ കൽബാന്തരം മുഴുവനോ ഈ ഹുബ്ബിലായി പടച്ചവൻ പ്രകാശിപ്പിക്കട്ടെ. കൽബ് സദാ ദായിക്കേണ്ടത് മദീനയാണ്. അനാവശ്യങ്ങളും ആക്രോശങ്ങളും ആർഭാടങ്ങളോ അടർന്നു വീഴുന്ന അതപ്പതിച്ച അതരങ്ങളായി നമ്മുടെ വായകൾ മാറരുത്. പൊള്ളു തള്ളുന്ന തൊള്ളയായി നമ്മുടെ വായകൾ അതപ്പതിക്കരുത്. നാവിലൂടെ സദാ ഉയർക്കൊള്ളേണ്ടതും മുഖരിതമാകേണ്ടതും ദിക്റും സ്വലാത്തുമാണ് ഉമ്മ, ദിക്റും സ്വലാത്തുമാണ് പെങ്ങളെ. ചെറുപ്പക്കാരെ, അങ്ങനെ നല്ലൊരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ മോള് വഫാത്താകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വന്നുകൊണ്ട് വിളിച്ചില്ലേ, ഫാത്തിമ വരാൻ സമയമായിട്ടുണ്ട്. ഉപ്പ വല്ലാതെ ദാഹിച്ച് കാത്തിരിക്കുകയാണ്. അലിയാര് വഫാത്താകുമ്പോൾ അലിയാരുടെ സമീപത്ത് റസൂലുള്ള വന്ന് വിളിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വഫാത്താകുമ്പോൾ അവരുടെ ഹളറത്തിൽ റസൂലുള്ള കൂജയിൽ പാത്രവുമായി, ഉസ്മാനെ നീ നോമ്പ് തുറക്കാൻ എന്റെ അരികിലേക്ക് വരണോ? നീ ദുനിയാവിൽ തന്നെ താമസിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് ദുനിയാവ് വേണ്ട നബിയേ, അങ്ങയുടെ അരികിൽ വന്ന് നോമ്പ് തുറന്നാൽ മതി എന്ന് പറഞ്ഞെങ്കിലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഞാൻ വഫാത്തായ എന്റെ ജനാസുമായി നിങ്ങള് പരിശുദ്ധമായ ഖബർ ശരീഫിലെത്തിയ നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കണേ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ വലങ്കയായ ഹബീബായ അബൂബക്കറുമായി ഞങ്ങൾ ഇതാ എത്തിയിരിക്കുന്നു, എന്ത് ചെയ്യണം നബിയേ എന്ന് നബിയോട് ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ശറഫാക്കപ്പെട്ട ഖബറിന്റെ ഉള്ളിൽ നിന്ന് മറുപടി തന്നാലല്ലാതെ ഈ പാവപ്പെട്ട അബൂബക്കറിന് അവിടെ മറമാടല്ലേ എന്ന് സിദ്ദീഖുൽ അക്ബർ വസിയത്ത് ചെയ്യുന്നു. സഹാബാക്കൾ സിദ്ദീഖ് തങ്ങളുടെ ശറഫാക്കപ്പെട്ട ജനാസമായ റൗദയിൽ വന്നു വിളിച്ചു പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂബക്കറുമായി ഞങ്ങൾ വന്നതാണ് നബിയേ, അബൂബക്കറിന്റെ മയ്യിത്താണ് ഞങ്ങളുടെ കയ്യിൽ നബിയേ, എന്ത് ചെയ്യണം നബിയേ? ഫനൂദിയ മിൻ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളിയാളം വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. നിങ്ങൾ കൂട്ടുകാരിലേക്ക് പ്രവേശിപ്പിച്ചോ, ഇറക്കി വെച്ചോ, അമാന്തിക്കണ്ട, പ്രയാസപ്പെടണ്ട, സംശയിക്കണ്ട, സ്വദീഖ് ഇവിടെ കിടക്കേണ്ട ആള് തന്നെ. ഇത് ഞാൻ പറയുന്നത് ഇമാം റാസി റഹ്മത്തുള്ളാഹി സൂറത്തുൽ കഹ്ഫിന്റെ വ്യാഖ്യാനത്തിൽ അതിന്റെ ആമുഖത്തിൽ തന്നെ സ്വദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത് പറയുന്ന സ്ഥലത്ത് വമിൻ കറാമാതി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ച സംഭവമാണ്. ഈ ഇരുന്ന
ടൈപ്പില് മഗ്രിബ് വരെ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ പറയാൻ എനിക്ക് കഴിയും. റസൂലുള്ള വന്നത്, വിളിച്ചത്, റസൂലുള്ളാഹിന്റെ അംഗീകാരം കിട്ടിയത്. നമുക്കും പോകണമല്ലോ എന്നല്ലെങ്കിൽ നാളെ മരിക്കണ്ടേ അല്ലേ? മരിക്കണം, എല്ലാവർക്കും മരിക്കണം. മരിക്കാത്ത ആരെങ്കിലും കൂട്ടത്തിലോ എന്റെ കുടുംബത്തിന് ആരെങ്കിലും മരിച്ചില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടോ? എന്റെ കുടുംബത്തിൽ നിന്ന് വരെ ആരെങ്കിലും മരിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? 4 പക്ഷിന്റെ തൂവല് കൊഴിഞ്ഞു പോകും പോലെ നോയിക്കോളി, അടുത്ത നിങ്ങളായിരിക്കും കൊഴിഞ്ഞു പോകും. ചിലപ്പം മിഞ്ഞാന്ന് കൂടിയിരുന്നാണെങ്കിൽ ഉണ്ടാവും, അപ്പൊ അതിന്റെ ഇടയിൽ ആരും മരിച്ചിട്ടുണ്ടാവില്ല. എന്നാലേ സിമന്റ് പൊളിയണേന്റെ ഇടയ്ക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് ഓരോന്നും പൊളിഞ്ഞു പോകും. ഇൻഷാ അല്ലാഹ് അത്രേ ദുന്യാവുള്ളൂ. ആ ദുന്യാന്നുള്ളതിന്റെ അർത്ഥം അതാണ്, വളരെ കുറഞ്ഞത്. അതിനാന്നുള്ള അഫ്ലത്തഫ്ലിന്റെ മുഅന്നസാണ് ദുന്യാന്നുള്ളത്, വളരെ കുറഞ്ഞതെന്നാണ്. അപ്പൊ മരിക്കുമ്പോ നല്ലൊരു സ്ഥലം മക്ക, മദീന, സിനിമാ തിയേറ്റർ, സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അറ്റാ കുടിച്ച മരിച്ച എത്ര ആൾക്കാരുണ്ട്? കഞ്ചാവ് പല്ലിന്റെയും ചുണ്ടിന്റെ ഇടയിൽ തിരികിട്ട് വരിക, തമിഴോർ എട്ടിയിട്ട് 2 പീസായി. എന്റെ അറിവിൽ ഒരു ചെറുപ്പക്കാരിയുടെ അടുത്ത് കഞ്ചാവ് കയറ്റിട്ട് രാത്രി 2:30 മണിക്ക് വരികയാണ്. തമിഴോരെയാണ് ശരീരത്തിൽ കയറി, തല അങ്ങോട്ട് ഇളനീര് വെട്ടുമ്പോൾ 2 വെട്ടാണ്. നോക്കുമ്പോ മയ്യത്ത് ഒളിപ്പിക്കുന്ന ആൾക്കാർ വരെ ഇതിന്റെ ഇടുക്കിൽ കഞ്ചാവ് വെച്ചിരിക്കുന്നു. സ്ത്രീയുമായി വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ സ്ത്രീയുടെ ശരീരത്തിൽ കിടന്നിട്ട് വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന ആള് ഈടെ അടുത്ത് ജില്ല ഞാൻ പറയില്ല, വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അറ്റാക്ക് കുടിച്ച് മരിച്ചുപോയി. ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്കതൊന്നുമല്ല വേണ്ടത്. നല്ലൊരു സമയം, നല്ലൊരു സ്ഥലം, ദുന്യാവിൽ ഏറ്റവും നല്ലത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതേതാ? അല്ലാഹു റസൂലും. ആ സമയത്ത് ഇവിടുന്ന് ഒരു വേദന, നെറ്റിത്തടപ്പിൽ ഒന്നായിട്ട് വേർപ്പ്, അപ്പൊ ഒരു പ്രകാശം, അപ്പൊ ആ പ്രകാശത്തിൽ ഒരു പാൽപുഞ്ചിരി. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിനെ കണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ശംസുലുമ സുബഹി വാങ്ങിക്കൊടുക്കുമ്പോ വഫാത്തായി, ഉറക്ക ദിക്റിലിട്ട് വഫാത്തായത്. നേതാക്കൾ മൊത്തം പോയത്. വലിയ ആലിമ്യങ്ങളൊന്നും വേണ്ട. എന്റെ മഹലിൽ ഞാൻ നിൽക്കുന്ന പൊന്നാനി കറുകത്തിരുത്തി മഹലിലാണ്. പൊന്നാനി കറുകത്തിരുത്തി. ഈ റബീഉൽ അവ്വൽ 1, ഈ റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞിട്ടില്ലല്ലോ, കഴിഞ്ഞോ? ഒരു കോട്ടുവായപ്പോ ആദ്യം വന്ന സാഹസം. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര സമയത്ത് മൂപ്പരിപ്പോ ഒരു കോട്ടുവായിട്ടുള്ളൂ, നാളെ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിർത്താനും സമയമായി. അപ്പോൾ കോട്ടുവായ ഇടാകുമ്പോൾ വല്ലാതെ നീണ്ടു പോലെയാണ്. അപ്പോൾ പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും കൂടി ആൾ തൊള്ളോത്തിയിട്ടും കാര്യമില്ല. അപ്പൊ പിന്നെ കോട്ടുവായല്ല വേറെ പലതുമാണ്. അപ്പൊ അല്ല, അതിപ്പോ മൂപ്പരെ കുഴപ്പമില്ല. കോട്ടുവായ സ്വാഭാവികം 2 മണിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒരു കോട്ടുവായിട്ടിട്ടുള്ളൂ എന്നുള്ളത് അയാളെ ഈമാനാണ്, അയാളെ ഈമാനാണ്. പിന്നെ മറ്റുള്ളവരൊക്കെ ഇടാത്തതോ അവരെല്ലാവരും ഈമാനം. പിന്നെ ചിലവർക്ക് പ്രകൃതി അനുസരിച്ച് പെട്ടെന്ന് കോട്ടുവാരും, ഒന്നൊരു കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ എല്ലാവരും കൂടി കോട്ടുവായിട്ട് ഇങ്ങോട്ട് തോളർക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാണതിന് മുമ്പ് ഞാൻ മെല്ലെ സലാമത്താകുകയാണ്. ഇനി ഏതായാലും വരുന്ന പാട്ടും കഥയൊക്കെയാണ്, അപ്പോൾ അല്ലാതെ കോട്ടുവായ വരില്ല. ഇപ്പൊ ഞാനും ഏകദേശം ആ മോഡൽ എടുത്തത് അങ്ങനെ കോട്ടുവായ കാണാക്കാൻ വേണ്ടിയിട്ട് പോണ സമയത്ത് പറയാനുള്ളതാ. എന്റെ മഹലിൽ ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 1 ഞാൻ എന്റെ വല്യമ്മാനെ പോലെ സ്നേഹിക്കുന്ന 70 വയസ്സ് 75 വയസ്സ് ഒരു ഖദീജ ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഹജ്ജുമ്മ ഉണ്ടായിരുന്നു. എന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് അങ്ങോട്ടും ഇഷ്ടമാണ്. എന്റെ ഉമ്മാന്റെ പ്രായമുണ്ട്. ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 1 എന്നോട് പറഞ്ഞു, ഉസ്താദേ റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച മരിക്കണം, അത് നിങ്ങൾ ദ്വാരക്കണം. അത് ഇക്കൊല്ലത്തിൽ എന്ന് പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ ഓർക്കൂലല്ലോ. ഒരു അസുഖമില്ലാത്ത സ്ത്രീയാണ്. രാത്രി എന്നും 2:30-3 മണിക്ക് എണീറ്റ പിന്നെ സുബഹി വരെ ഉറങ്ങൂല. സുബഹി സ്കേച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങുള്ളൂ. തഹജ്ജുദും സലാത്തും ഖുർആനോത്തും കരച്ചിലും ദുആയും അതൊക്കെ തന്നെ. ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 1 എന്നോട് വിളിച്ചറിഞ്ഞു, ഉസ്താദേ എനിക്ക് റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച മരിക്കണം, അത് നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹൈറായ മാസത്തിൽ നല്ല ദിവസം നമ്മളെല്ലാവരും ഉള്ള മരിപ്പക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഒന്നും കൂടി ചോദിക്കാണ്ട്, പിന്നെ എന്നെ മോനെന്ന് വിളിക്കാം. മോനെ, ഉമ്മാന്റെ കുട്ടി ഉമ്മാക്ക് ഒരു അത്തറിന്റെ കുപ്പി കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. അത്തറിന്റെ കുപ്പി. ഞാൻ ചോദിച്ചു എന്തിനാ അമ്മ എന്ന് ചോദിച്ചു. എനിക്ക് പോകുമ്പോ പറ്റാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി വലിയ കല്യാണമായിട്ട് ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല നമ്മൾ കരുതുക. ഞാൻ എന്റെ റൂമിലുള്ളേക്ക് വലിയൊരു അത്തറിന്റെ കുപ്പി പേരക്കുട്ടിനെ കൈ കൊടുത്താച്ചും ചെയ്തു. 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ കേരളം വിട്ട് എവിടെ പ്രസംഗത്തിന് പോകണമെങ്കിലും, ഗൾഫിക്കാണെങ്കിലും ദ്വീപിക്കാണ് പോകണമെങ്കിലും അവരോട് സമയം ചോദിച്ചിട്ട് പോകുള്ളൂ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം. അപ്പൊ ഞാന് പിന്നെ കാസർഗോഡ് ഭാഗത്തേക്ക് വാളിന് പോകണം. അന്ന് കാസർഗോഡ് വാള് പിറ്റേന്ന് കണ്ണൂരുമാണ്. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ ഞാൻ സമയം ചോദിക്കാൻ പോയി. ഞാൻ ചോദിച്ചു, എന്തിനാണ് അത്തറ്? എന്നോട് പറഞ്ഞു എനിക്ക് പോകുമ്പോ പറ്റാന്. പിന്നെ താജുന് എണീച്ചാല് നല്ല പറ്റും, പോകുമ്പോഴും പറ്റും. എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെയാണ് പോയി. ഞാൻ കാസർഗോഡ് വാള് കഴിഞ്ഞ് ലോഡ്ജിൽ ഒറ്റക്ക്, കൂടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നു. സംഘാടകർ ലോഡ്ജ് കൊണ്ടാക്കി ലോഡ്ജിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടി നിൽക്കുമ്പോ രാത്രി 2 മണിക്കുണ്ട് എനിക്ക് മൊബൈല്. ഈ ഉമ്മന്റെ മോന ഹമീദ് എന്ന് പറയും, എന്റെ മഹലിൽ സെക്രട്ടറിയാണ്.
വിളിച്ചിട്ട് കരയാണ്, പൊട്ടിക്കരയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച്, ഉമ്മ കയ്യിന്ന് പോയി ഉസ്താദേ എന്ന് പറഞ്ഞു. റബ്ബേ എൻ്റെ മനസ്സാണ്ട് പൊട്ടി. അപ്പോഴാണ് അത്തറിന്റെ കുപ്പി തരി, ഞാൻ എനിക്ക് പോകുമ്പോ പറ്റാനാണെന്ന് പറഞ്ഞതിന്റെ മാന എനിക്ക് മനസ്സിലായത്. വഫാത്തായത് റബീഉൽ മാസം തിങ്കളാഴ്ച രാത്രി. എന്നോട് പറഞ്ഞതും അങ്ങനെയാണ്. പിറ്റേന്ന് എനിക്ക് വേള് കണ്ണൂര് ഇവിടെ പാലോത്ത് പള്ളിയില്ലേ, പാലോട്ട് പള്ളി, ആ പാലോട്ട് പള്ളിയിൽ റബീഉൽ നടക്കുന്ന ഗംഭീര വേളുണ്ട്. അതിൽ എല്ലാ വർഷവും ഞാൻ വരുന്നുണ്ട്. അവിടെയാണ് എനിക്ക് പരിപാടി. എന്നെ ഷംസുക്ക വിളിച്ചതായിരുന്നു. അവൾ എല്ലാവരും വിളിക്കും. ഞാൻ ഷംസുഖാനോട് പറഞ്ഞു, ഷംസുഖ ഞാൻ പോവാണ്, എന്റെ വല്യമ്മ വെച്ചിരിക്കണ പറഞ്ഞു. നേരിട്ടുള്ള വല്യമ്മല്ല, എന്നാ വല്യമ്മാനേക്കാളും എന്താണ് എനിക്ക് വേറെ അറിയാൻ പറ്റില്ല. അങ്ങനെ എന്റെ സുഹൃത്ത് റസാഖ് ദാരിമി അവിടുത്തെ ഖത്തീബ് തന്നെയാണ്. അദ്ദേഹത്തിനോട് താഴെ മേലും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ വേളിന് നിൽക്കാതെ സുബീസ്കാരം കഴിഞ്ഞ് ലോഡ്ജിന്ന് വേഗം വിട്ടു. അപ്പൊ മയ്യത്തിനെ മറയാതെ കാത്തിക്കാണ്. കാരണം ഞാൻ മയ്യത്ത് സ്കരിക്കണം എന്നുള്ള ഒരു ആവശ്യമുണ്ട്. പക്ഷെ എന്റേതല്ല, മയ്യത്ത് സ്കരിക്കാൻ വേണ്ടി മുമ്പിൽ നിന്നപ്പോ എനിക്ക് കരച്ചിൽ വന്നുപോയി. ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്ത അത്തറ് എന്റെ ഉമ്മാന്റെ, ഞാൻ എന്റെ ഉമ്മയെ പോലെ സ്നേഹിക്കുന്ന ഖദീജ ഉമ്മന്റെ കഫൻ തുണിയിൽ നിന്ന് മണക്കുന്നു. മകൻ പറഞ്ഞു, ഉസ്താദ് മരിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് വരെ നിങ്ങളെ വാള് കേൾക്കുകയായിരുന്നു. നെറ്റിൽ നിന്ന് നിങ്ങളുടെ ഹുബ്ബുർ റസൂലിന്റെ പ്രസംഗം കേട്ട് ഉറങ്ങിയതാണ്. ഒന്ന് മയങ്ങണീച്ചിട്ട് സാധാരണ കുളിക്കാറില്ല. അന്ന് രാത്രി 1 മണിക്ക് എണീറ്റ് കുളിച്ചു, വുളൂ ചെയ്തു. തഹജ്ജുദിന് വേണ്ടി നിൽക്കുമ്പോൾ തല കറങ്ങുന്നത് പോലെ പെട്ടെന്ന് മകനെ വിളിച്ചു. മകന്റെ മടിയിൽ കിടന്നു ഉറക്കെ ദിക്റ് ചൊല്ലി. റബീഉൽ മാസത്തില് തിങ്കളാഴ്ച റസൂലുള്ളാഹി വഫാത്തായ തിങ്കളാഴ്ച വഫാത്തായി. ആ ഖദീജ ഉമ്മയ്ക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മളൊക്കെ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാൻ കടപ്പെട്ടവരാണ്. അതുപോലെ അവിടെ തന്നെ കിടക്കുന്ന ഒരു ബാവോജിയുണ്ട്, അവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ മഹാന്മാർ മഹദികള് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത്. ഇത് അടുത്ത ഉറൂസാകുമ്പോഴേക്ക് ഈ മിനാരം ഈ ബിൽഡിംഗ് കണ്ടാല് ജനങ്ങൾ ഹഠാത് ആകർഷിക്കുന്ന ഒരവസ്ഥയിലായി മാറണം. അതിൽ ബന്ധപ്പെട്ടവർക്കൊക്കെ അവരുടെ ശഫാഅത്ത് ഉണ്ടാവും, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അവിടെ കിടക്കുന്ന മഹാന്റെ ദുആ ഉണ്ടാവും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റ കുറെ ആൾക്കാരുണ്ട്, അത് വളരെ പെട്ടെന്ന് കൊടുത്തു തീർക്കണം. കാരണം നമ്മള് ഒരു വലിയ മഹാന്റെ പേരിൽ സംഗതി ഏറ്റിട്ട് കൊടുക്കാതിരുന്നാൽ അതിന്റെ ഡബിളോ ത്രിബിളോ ദുന്യാവിൽ തന്നെ അള്ളാഹു തആല നമുക്ക് ചെലവാക്കേണ്ട അവസ്ഥ ഉണ്ടാക്കും. ആഖിറത്തിൽ വേറെയും വാഗ്ദാനം പാലിച്ചിട്ടില്ലെങ്കിൽ. അപ്പോ അത് ഓരോരുത്തർ കൊടുക്കാൻ ശ്രമിക്കണം. ഇന്ന് ഇതിലേക്ക് ഇവിടെ ദൂരെ നിന്നും അടുത്തുനിന്നും വന്ന ആളുകളുണ്ട്. നിങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന ഏതെങ്കിലും പ്രിയപ്പെട്ട പെങ്ങന്മാരെ ഖദീജ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത അന്ന് തന്നെ തന്റെ മക്ക കണ്ട ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധിയിൽ ധനാഢ്യയായ രാജാത്തിയായിരുന്നു. പക്ഷെ റസൂലുള്ള നിക്കാഹ് ചെയ്ത അന്ന് തന്നെ ഖദീജ ഉമ്മ തന്റെ സമ്പത്ത് മുഴുവനും റസൂലുള്ളാഹിക്ക് എഴുതി കൊടുത്തു. എന്നിട്ട് മക്ക ഖുറൈശികളോട് പറഞ്ഞു, ഇന്ന് മുതൽ മക്കത്തെ ഏറ്റവും വലിയ മുതലാളി എന്റെ പുതുമാരൻ അൽ-അമീൻ മുഹമ്മദാണ്. അന്ന് 40 വയസ്സായിട്ടില്ല, നബിയായി രംഗപ്രവേശനം ചെയ്തിട്ടില്ല. എന്റെ പുതുമാരൻ അൽ-അമീൻ മുഹമ്മദാണ്. ഈ മക്കത്തെ ഫക്കീറത്തായ പെണ്ണ് ഞാനുമാണെന്ന് പറഞ്ഞ ഖദീജ ഉമ്മ വഫാത്തിന്റെ തൊട്ടുമ്പ് മുത്ത് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അൽ-അമീൻ എന്റെ ഹബീബ് മുഹമ്മദ് നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിയോഗ പുരുഷനാണ്, റിസാലത്തുള്ള മഹാനാണ് എന്ന് നേരത്തെ തലയിൽ വിവരം കിട്ടിയാളാണ് ഖദീജ ഉമ്മ. അതും കൂടിയാണ് നിക്കാഹ് ചെയ്യാനുള്ള കാരണം എന്ന് കാണാൻ പോയ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ അപ്പൊ കയറുന്നില്ല. യുക്തിവാദികൾ അതൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കാനൊട്ടവർക്ക് മനസ്സില്ല. അത് മനസ്സുണ്ടായ യുക്തിവാദി ആവൂല്ല. അള്ളാഹു അവരെയും നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. പക്ഷേ വഫാത്തിന്റെ തൊട്ടുമുമ്പ് അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മക്ക കണ്ട സമ്പൽ സമൃദ്ധിയിലെ രാജാത്തിയായിരുന്ന ഖദീജ ഉമ്മ പറയുകയാണ്, മുഹമ്മദ് നബിയേ, എന്റെ ഭർത്താവായ ഹബീബേ, ഞാൻ വഫാത്തായാൽ എന്റെ മരണശേഷമുള്ള ക്രിയകളൊക്കെ നിങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് നിങ്ങൾ തന്നെ നടത്തണേ. എന്നെ ഖബറിലേക്ക് നിങ്ങൾ ഇറക്കണേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഖദീജ ഉമ്മ പറഞ്ഞു, എന്റെ ശരീരം കഫൻ ചെയ്യാനുള്ള കഫൻ തുണി ഇന്ന സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഫൻ
ചെയ്യണേ. അള്ളാന്റെ റസൂല് ഖദീജ ഉമ്മയുടെ വഫാത്തിന് ശേഷം കഫൻ ചെയ്യാനുള്ള ശീല എടുത്തപ്പോൾ അതിലേക്ക് നോക്കിയിട്ട് റസൂലുള്ളാഹ് ഐനു റഹ്മത്തായ മുത്തനബി അങ്ങ് കരഞ്ഞു. മക്ക കണ്ട സമ്പൽ സമൃദ്ധിയുടെ രാജാത്തിയായിരുന്ന ഖദീജ ഉമ്മ 20ലേറെ സ്ഥലത്ത് തുന്നിക്കൂട്ടിയ ഒരു കോറത്തുണിയാണ് ശരീരത്തിൽ പൊതിയാൻ മാറ്റിവെച്ചത്. എന്തേ ഉമ്മമാരെ, ആഖിറത്തിന്റെ ചിത്രം തലയിൽ കയറിയതാണ്. ആ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ സ്വർഗം പുൽകാൻ കൊതിക്കുന്ന പെങ്ങളെ, നിരവധി കറാമത്തുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാനായ മനുഷ്യന് കിടക്കുന്ന സ്ഥലത്ത് സിയാറത്ത് വരുന്ന ആളുകൾക്ക് സൗകര്യത്തിനുള്ള ബിൽഡിങ്ങിന്റെ പണി പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ കയ്യിന്റെ വിരലിൽ നിന്ന് ഒരു സ്വർണമോതിരം ഊരുമോ, കാതിൽ നിന്ന് കമ്മല പറിക്കുമോ, ഒരു വള പൊട്ടിച്ചു തരുമോ, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാ. പടച്ചവനെ, ഇതിൽ പങ്കെടുക്കുന്നവരെ മുഴുവനും കത്തിക്കാളുന്ന നരകത്തിന്റെ മേൽ നീ ഹറാമാക്കണേ അല്ലാ. ദുനിയാവിൽ ഇതിനെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ.